ഈ രാജ്യത്തെ എല്ലാ പുരോഗതിയുടെയും അവകാശവാദികളായ വഹാബികൾ അവസാനം കുമ്പസരിക്കാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ സമൂഹത്തിനൊരു വിവരമല്ല. വിവരമുള്ളത് ആരെ പറ്റിയാ? അത് കാന്തപുരം ഉസ്താദിനെ പറ്റിയാണ്. വല്ലാത്തൊരു കാര്യത്തെ ഞാൻ പറ്റി പറയാം. പ്രവാചകന്മാരുടെ പ്രബോധനം ഖുർആനിലൂടെ വരച്ചു കാണിച്ച കേസിയുടെ പുസ്തകത്തിൽ ആ വിലാപം ഞാൻ വായിച്ചിട്ടുണ്ട്. ആ വിലാപം നമ്മുടെ പ്രബോധനത്തിന്റെ ചരിത്രം പറയുന്ന പുസ്തകങ്ങളിൽ ആ വിലാപം നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ വിലാപം എന്ന് പറയുന്നത് ലോകത്തെ എവിടെയെങ്കിലും ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചിട്ട് ആ പ്രവാചകനെ അറിയാത്ത ഒരു മനുഷ്യരും ആ നാട്ടിൽ, അതായത് ആ പ്രവാചകൻ അറിയാത്ത ഒരു മനുഷ്യരുണ്ടായിരുന്നില്ല ആ നാട്ടിൽ. ഒരു പ്രവാചകൻ വന്നാൽ ആ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയക്കാരുടെയും മുഴുവൻ മേലാളന്മാരുടെയും മുഴുവൻ പ്രമാണിമാരുടെയും മുഴുവൻ ചെറ്റക്കുടിലുള്ളവരുടെയും മുഴുവൻ രാജകൊട്ടാരത്തിലുള്ളവരുടെയും ചർച്ച ആ പ്രവാചകന്മാരെ കുറിച്ചായിരുന്നു. നമ്മളെ കുറിച്ച് ആർക്കറിയാം? ഇസ്ലാമിക സംഘടനകളെ കുറിച്ച് ആർക്കറിയാം? കേരളത്തിൽ പല സ്ഥലങ്ങളിലും ചെന്നാൽ ലക്ഷോപലക്ഷം വരുന്ന ആളുകൾക്ക് കേരളത്തിലെ ഒരു പക്ഷേ പബ്ലിസിറ്റി കൊണ്ട് ഒരു കാന്തപുരത്തെ അറിഞ്ഞേക്കാം. അതെ, പബ്ലിസിറ്റി എന്ന് പറഞ്ഞ സമൂഹത്തിലിറങ്ങി പണിയെടുക്കുമ്പോണ്ടാണ് ചൂരുമ്മണെന്നും പറയും നിലമ്പൂരിലെ അഡ്രസ്. അത് കാന്തപുരം ഉസ്താദ് അധ്വാനിച്ചുണ്ടാക്കിയതാ. കാന്തപുരം ഉസ്താദ് മാലിക് ദീനാർ തങ്ങളെയും മഖ്ദൂം തങ്ങളെയും മമ്പുറം തങ്ങളെയും ഉമർ ഖാദിയെയും ജീവിത പ്രബോധന വഴികളിൽ മാതൃകയായി സ്വീകരിച്ചതാ. അറിയോ നിങ്ങൾക്ക്? അതുകൊണ്ട് കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനങ്ങളെ കാലം ശരിവെച്ചിട്ടുണ്ട്, ചരിത്രം ശരിവെച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ മൂല്യന്മാരെ, നിങ്ങളൊക്കെ കാലത്തിന്റെ ഇടക്ക് എന്താ നിങ്ങളെ പറ്റിയൊക്കെ ചരിത്രം എഴുതുക? ചരിത്രം എഴുതുക എന്താ? എഴുതിയത് എന്തൊക്കെയാന്നുള്ളത് നമ്മളിപ്പോ പറയണില്ല. കാക്കനാടന്റെ ബുക്കൊക്കെ ഒന്ന് വായിക്കണം. പക്ഷേ AP ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ, നമ്മുടെ ആലിമീങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ പരമാവധി ഉസ്താദ് എത്ര വേദന സഹിച്ചാലും എന്തൊക്കെ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നാലും എതിരാളികളെ കണ്ടതുപോലെ തോന്നിവാസം പറയാനും ആ എതിരാളികളെ കണ്ടതുപോലെ എന്തെങ്കിലും പറയാനും നമ്മുടെ ഉസ്താദുമാര് സമ്മതം തരാറില്ല. അതുകൊണ്ട് ഉസ്താദുമാരുടെ നിർദ്ദേശം മാനിച്ചു കൊണ്ട് അത്തരം ചർച്ചകളിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. പക്ഷേ സഹോദരന്മാരെ, നിങ്ങൾ നോക്ക്, ഇവിടെ വഹാബികളുടെ ഉറക്കം കെട്ടുപോയി. കാന്തപുരം ഉസ്താദിന്റെ കർമ്മപ്പടയോട്ടങ്ങളെ ഒരിക്കലും തകർക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവുണ്ടായപ്പോ വഹാബികൾ കുറെ കാലായി നോമ്പ് നോറ്റ് നടക്കണ. എന്താ ഇതിനൊരു മാർഗം? അപ്പോഴാണ് ഷാർ മുബാറക്ക് വീണ് കിട്ടിയത്. അങ്ങനെ നിങ്ങൾ നോക്ക്, വഹാബികൾ ഇപ്പൊ വലിയ സന്തോഷത്തിലാണ്. സക്കരിയ സ്വലായി പറയാണ്, കാദിയാനികൾക്കെതിരെ മുസ്ലിം സമുദായം ഒന്നിച്ചതുപോലെ കാന്തപുരം ഉസ്താദിനെതിരെ സമുദായം ഒന്നിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ പേടിപ്പിക്കാൻ മൗലവി. പ്രവാചകനുമായി വന്ന കാദിയാനികളെ ഒറ്റപ്പെടുത്തിയതുപോലെ കള്ളമുടിയുമായി വന്ന കാന്തപുരം ഗ്രൂപ്പിനെ ഒറ്റപ്പെടുത്തണമെന്ന ആഹ്വാനവുമായിട്ടാണ് മുസ്ലിം സംഘടനകൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ നിങ്ങൾ ഒന്നിച്ചപ്പുണ്ടായ ഒയലിച്ച വീണ്ടും ആവർത്തിക്കപ്പെടുമെന്നേ ഞങ്ങൾക്കതിൽ പറയാനുള്ളൂ. അല്ലാതെ ഒന്നും സംഭവിക്കാൻ പോണില്ല. പക്ഷേ കാദിയാനികൾക്കെതിരെ ഇവര് മുക്കൂട്ട് മുന്നണി എല്ലാ നീർക്കോലി രാജവമ്പാലും കൂടിയിട്ട് മുബാഹല നടത്തി. അങ്ങനെ നടത്തിയതുപോലെ ഇനിയും നടത്തുന്ന ബല് പറയുന്നത്. പക്ഷേ രസം തരങ്ങള് ഇവരടിയിലുള്ള മുബാഹല ആദ്യം തീരണ്ടേ. നമ്മള് സക്കരിയ സ്വലാഹി അപ്പുറത്തെ മൻസൂർ അലി ചമ്മാടെന്ന മടവൂരിയോട് മുബാഹലക്ക് വെല്ലുവിളി നടക്കുക. പിന്നെ എങ്ങനെയാ ബല ഒന്നിച്ച് അമ്മക്കെതിരിൽ മുബാഹല ഉണ്ടാക്കുക? ഞാൻ മുബാഹലക്ക് വെല്ലുവിളിക്കുന്നു. മുബാഹല എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിലാണ് നടത്തില്ല. ക്രിസ്ത്യാനികളെ നബി വെല്ലുവിളിച്ചിട്ടുള്ളൂ, കാദിയാനികളുമായിട്ടേ നമ്മൾ നടത്തിയിട്ടുള്ളൂ. പക്ഷെ ആ നിലവാരത്തിലേക്ക് ഇവർ തരം താഴുന്നത് കൊണ്ട് ഞാൻ പറയാണ്, ഈ വിഷയത്തിൽ ഞാൻ ഷെയ്ഖിന്റെ അടുത്തുനിന്ന് പൈസ KNMന്റെ ദഅവത്ത് ഫണ്ടിന് വേണ്ടി വാങ്ങി ദുരുപയോഗം ചെയ്തു എന്ന് നിങ്ങളും അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന്റെ ഏത് ആവശ്യത്തിന് വാങ്ങിയോ ആ ആവശ്യത്തിനെ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് അദ്ദേഹത്തിന് ബോധ്യമുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് എന്നെ കൊണ്ട് അസർമിന് ബോധ്യമുള്ള കാര്യമാണ്. ഈ വിഷയത്തിൽ മുബാഹലക്ക് തയ്യാറുണ്ടോ? ഈ പറഞ്ഞവർ വരട്ടെ, മൻസൂർ അലി ചമ്മാടും അവന്റെ വാലാട്ടികളും ഒക്കെ വരട്ടെ, അവരെ ഭാര്യമാരെയും കുട്ടികളെയും കൂട്ടിയിട്ട് വരട്ടെ. പരസ്യമായ സ്റ്റേജിൽ വെച്ച് ഒരു ശാപപ്രാർത്ഥന നടത്താൻ ഇവർക്ക് ധൈര്യമുണ്ടോ? ഞാൻ വെല്ലുവിളിക്കാണ് കുവൈത്തിലെ മടവൂരി വാലാട്ടികളെ മുഴുവൻ. അപ്പോ ഈ മുബാഹല തീർന്നിട്ടല്ലേ ഞങ്ങളടുത്തേക്ക് മുബാഹലക്ക് വരുള്ളൂ. അവിടെ വെച്ച് നമുക്ക് നോക്കാം. പക്ഷെ അത് കണ്ട് ഈ നെരുവിയും കൂട്ടരും ചാടിയിട്ട് എന്താ കാര്യം? ഇത് ചട്ടിക്കാന്നുള്ളത് തിരിയണ്ടേ? വഹാബിയാളി മൗദൂദിയാളി ഒപ്പം പോയ വഷളാവും എന്നുള്ളത് പഠിക്കണ്ടേ അനുഭവത്തിൽ നിന്ന്? കൊക്കിനെ പോലെ എന്താ കാട്ട, കൊണ്ടാലേ തിരിയുള്ളൂ. അങ്ങനെ കൊള്ളാൻ തുടങ്ങുമ്പോൾ പിന്നെ പെർമിറ്റ് മുടക്കാൻ പോകും, പിന്നെ കല്ലെറിയാൻ നോക്കും, പിന്നെ കൂക്കാൻ നോക്കും. ഇപ്പൊ പിന്നെ സുഖ എന്താ നിങ്ങള് മിഞ്ഞാന്ന് ഒരു സ്ഥലത്ത് നിന്ന് കൂക്കി 4 എസ്കക്കാര് വന്നിട്ട്
അപ്പൊ എന്ത് ചെയ്ത് നമ്മളെ സക്കരിയ അതിന് മറുപടി കൊടുത്തു. സക്കരിയാന്റെ ക്ലിപ്പിട്ടിട്ട് ആമ്പിളി ഒന്നാണ് കൂട്ടാൻ പറഞ്ഞു. ഇത് 3000ന്റെ ആമ്പിളിയിൽ ആ സക്കരിയാന്റെ കൂക്ക്, മറ്റത് ഈ 1.25 തൊള്ളോണ്ടല്ലേ. അവസാനം പിന്നെ എസ്കക്കാരെ കൂക്ക് കേൾക്കാല്ല. അപ്പോ ലാപ്ടോപ്പിന് തുറന്ന പെല്ലത്തിനും മരുന്ന. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇവിടെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനങ്ങളെ തടയിടാൻ വേണ്ടി ഒരു മുന്നണി ഉണ്ടാക്കാൻ അന്വേഷിച്ച് നടക്കുമ്പോഴാ തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന പോലെ നമ്മുടെ നദ്വി മൗലവിയുടെയൊക്കെ ഉള്ളിലിരിപ്പ് പുറത്തു ചാടിയത്. അങ്ങനെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്, ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കയ്യിൽ പറക്കാത്തി ഷെയ്ഖുമാരിൽ നിന്ന് ഷഹർ മുബാറക്ക് എത്തുകയാണ്. അങ്ങനെ ഷഹർ മുബാറക്ക് എത്തിയതോടുകൂടെ ഭയങ്കര പ്രശ്നമായി. കാരണം എന്താ, AP ഉസ്താദിനെ സംബന്ധിച്ച് ലോകർക്കറിയാം, അതൊരു സത്യമാണ്. ലോകം AP ഉസ്താദിനെ ശ്രദ്ധിക്കുന്നുണ്ട്, AP ഉസ്താദിനെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം പണ്ഡിത സമൂഹത്തിന്റെ നേതൃത്വമായി ലോകം ഇന്ന് കാണുന്നത് AP ഉസ്താദിനെയാ. അതുകൊണ്ട് ആ ചങ്ങരംകുളത്ത് വഹാബികൾ ഒരു പരിപാടി വെച്ചു. പരിപാടിക്ക് UAE-യിൽ നിന്ന് ഒരു അറബിനെ കൊണ്ടുവന്നേ. അറബി സ്റ്റേജുമ്പോ കയറിയിട്ട് സദസ്സിലേക്കും സ്റ്റേജുമ്പക്കും മാറി മാറി നോക്കി. ഒരു മാപ്പിളയാതി കൂടിയ കോലം കിട്ടണില്ല. അടയാളം കൾച്ചറൽ കൊണ്ട് ജാതി ഏതാന്ന് മനസ്സിലാകണില്ല. അപ്പൊ പിന്നെ രണ്ടാമത് അറബി ആലോചിച്ചു, മലയാളികൾക്കിടയിൽ മാപ്പിളമാരുടെ സമ്മേളനം നടക്കുമ്പോ അവിടെ ഷെയ്ഖ് അബൂബക്കർ ഇല്ലാതെ കൂല. ഉടനെ അറബി ചോദിച്ചു, എവിടെ ഷെയ്ഖ് അബൂബക്കർ? സനദില്ലായിട്ട് നമ്മളിത് കുറെ കാലം ഇട്ടില്ല. അപ്പൊ സനത് കിട്ടിയിട്ടുണ്ട്. ആരാ? മടവൂര് മൗലവി അത് പറയണം. ഇപ്പൊ അങ്ങനെയാണല്ലോ. ഇപ്പൊ എസ്കക്കാര് പറഞ്ഞത് ആ വഹാബിയക്ക് നമുക്കെതിരിലുള്ള തെളിവേ. എന്നാ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നുണ്ട് അത് അസൂയുണ്ടാന്നുള്ളത്, അത് വേറെ വിഷയം. അങ്ങനെ മടവൂരികൾ എന്നാ പിന്നെ ചങ്കരംകുളത്തിനും സനതാകാൻ പറ്റുമല്ലോ. മടവൂർ മൗലവി എന്ന് പറയട്ടെ. UAE-യിൽ നിന്ന് വന്ന ചങ്ങരംകുളം സമ്മേളനത്തിൽ പങ്കെടുത്ത UAE-യിലെ പ്രതിനിധി ഷെയ്ഖ് അബൂബക്കറിനെ വേണമെന്ന് പറഞ്ഞത്. അവസാനം കാരന്തൂരിലേക്ക് AP അബൂബക്കർ മുസ്ലിയാരുടെ അടുക്കലേക്ക് നിങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞയച്ചിട്ടുണ്ട്. സംഗതി ശരിയാ, പക്ഷേ സനത് കിട്ടണല്ലോ പറയാൻ, അല്ലാതെ പറയാൻ പറ്റൂലല്ലോ. സനദിന് കാത്തുന്നതാ. അങ്ങനെ നോക്കുങ്ങള്. സത്യത്തിൽ എന്ത് ചെയ്തു? അറബി AP ഉസ്താദിനെ ചോദിച്ചു. എന്താ കാരണം എന്നറിങ്ങൾ? അത് ലക്ഷക്കണക്കായ മലയാളികൾക്ക് AP ഉസ്താദിനെ പരിചയം ഉണ്ടായത് വെറുതെ അല്ല. നമ്മൾ ഏതായാലും ഉസ്താദിനെ പരിചയപ്പെടുത്തുക. എന്നാ എതിരാളികളോ അവരൊരു വേദി കെട്ടിയാലും പറയുന്നത് AP ഉസ്താദിനെയാ. കൊണ്ടോട്ടിയിൽ ഒരു മൂലേര് വല്ലതും ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ എത്ര അന്തസാ ചങ്ങായിമാരെ. ഞങ്ങൾക്ക് പണി ഉണ്ടാകുമോ? നിങ്ങൾക്ക് ഇഞ്ഞ് പണി ഉണ്ടാകുമോ? ഇതെന്താണ് ഇത്? ഇവര് സ്റ്റേജ് കെട്ടിയാലും നമ്മൾ സ്റ്റേജ് കെട്ടിയാലും പറയുന്നത് AP ഉസ്താദിനെയാണ്. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഉസ്താദ് പറയും, രണ്ടു കൂട്ടര് AP ഉസ്താദിനെ കൊണ്ടാ ജീവിക്കണേ. ഒരു കൂട്ടര് AP ഉസ്താദിന്റെ കോണം പറഞ്ഞ് ജീവിക്കുക, വേറൊരു കൂട്ടര് ഉസ്താദിനെ പറ്റി തോന്നിയാസം പറഞ്ഞ് ജീവിക്കുക. രണ്ടു കൂട്ടർക്കും ചോറ് ഉസ്താദിനെ കൊണ്ടാ. വല്ലാത്തൊരു റഹ്മത്ത് തന്നെയാണ് ആ മനുഷ്യൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സത്യല്ലേ ഇത്? ഉസ്താദ് തമാശി പറഞ്ഞതാണെങ്കിലും അപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് അങ്ങനെ നോക്കുങ്ങള്. യഥാർത്ഥത്തിൽ ഇവലെന്ത് ചെയ്തു? ഒരു മനുഷ്യജാലിക എന്നുള്ള പരിപാടി ഉണ്ട്. ജാലിക എന്ന് പറഞ്ഞാൽ 8 ആലി വല. ദുനിയാവിലെ ദുർബല വല 8 ആലി വല എന്ന് പരിശുദ്ധ ഖുർആൻ. അവസാനം അത് വണ്ടിയും വലിയായി എന്നുള്ളത് കൊല്ലത്തെ അനുഭവം. കാരണം എന്താ? പ്രേമചന്ദ്രൻ മന്ത്രിനെ പേര് പ്രസംഗിക്കാൻ വിളിച്ചു. അങ്ങനെ പ്രസംഗത്തിന് വന്നു. പ്രേമചന്ദ്രൻ സ്റ്റേജിൽ കയറി നോക്കുമ്പോ തലി കെട്ടിയ മൂല്യമാരാ. ഇസ്ത്രി കിട്ടിക്കണോ കുളിച്ചിക്കണോ എന്ന് അയാൾ നോക്കിയിട്ടില്ല. അങ്ങനെ എന്ത് ചെയ്തു? പ്രേമചന്ദ്രൻ മന്ത്രി പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രസംഗിച്ചിട്ട് മൂപ്പര് മുഴുവൻ മനസ്സിലാക്കിയത് AP ഉസ്താദിന്റെ സേവനങ്ങൾ അങ്ങനെ പറയാൻ തുടങ്ങി. ഇനിയിപ്പോ മറ്റോലെ കുറിച്ച് മനസ്സിലാക്കിയാലും പറയാൻ വല്ലതും വേണ്ടേ? അപ്പൊ എന്ത് ചെയ്തു? പ്രേമചന്ദ്രൻ അങ്ങനെ പറയാൻ തുടങ്ങി. എന്താ പറഞ്ഞത്? എനിക്കറിയാം SKSSF-നെ പറ്റി, എനിക്കറിയാം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പറ്റി. അത് ആയിരക്കണക്കായി യതീം കുട്ടികൾക്ക് കോഴിക്കോടും കാസർഗോഡൊക്കെ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം വരെ കൊടുക്കണേ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സംഘടനയല്ലേ. അവസാനം എന്ത് ചെയ്തു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പത്തെ ബല അവസ്ഥ എന്താന്നുള്ളത്. പ്രഷറും ഷുഗറൊക്കെ ഇങ്ങനെ അളന്നാണ്ടല്ലോ, സൂചിയാണ് പൊട്ടുന്നല്ലാതെ ഒരടയാളം കിട്ടൂല അല്ലേ? ഇവർക്ക് തീരെ സഹിക്കാൻ കഴിയാത്തതേ. അവസാനം എന്ത് ചെയ്തു? കേട്ടുകുറെ. പക്ഷേ നിർത്തല്ല. വീണ്ടും മൂപ്പര് പറയാ, കാസർകോട്ടിൽ നിന്ന് കാന്തപുരം ഉസ്താദ് നടത്തിയ കേരള യാത്ര. അവസാനം എന്ത് ചെയ്തു? നിങ്ങള് മൈക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കൊണ്ടെന്ന് ഓപ്പറേറ്ററോട് ബല് പറഞ്ഞു, 10 കാശ് ഏറെ തരച്ച് അതൊന്ന് ഓഫാക്കിക്കൊണ്ട. അങ്ങനെ ഓഫാക്കി. നിങ്ങൾ നോക്ക്, ഒരു ഓയലിച്ചന്റെ ഊക്ക്. എന്നാലും കെട്ടിട്ടില്ല കേട്ടോ മുഖം. അതിന് പറ്റിയൊരു മുഖം വേണ്ടേ?
അതേ സമയത്ത് ഇവർക്ക് 24 മണിക്കൂർ മുമ്പിൽ AP ഉസ്താദിന്റെ മുഖം കെടുന്നതാ നോക്കണേ. ഞാൻ അങ്ങനെ ആലോചിച്ചും പഠിച്ചോനെ, ഇവലെ ഭാഷയിൽ പറഞ്ഞ ആ കെട്ടീന്റെ ബാക്കിയുണ്ടല്ലോ ഉസ്താദിന്റെ ഒരു കണ്ണുമൂറും, അത് കിട്ടിയാൽ മതിയേനെ ഞമ്മക്ക്. അതിന്റെ ഒരു ചൊറുക്ക തരിക നിങ്ങളും നോക്കി. എന്നപ്പോ ഈ കെട്ടീന്റെ ബാക്കിയുള്ള ചൊറുക്ക്, അങ്ങനെ ചൊറുക്കുള്ള ഒരാൾ നിങ്ങളെ കൂട്ടത്തിലുണ്ടോ? ഞാനിങ്ങനെ ആലോചിക്കും, ഇവലൊക്കെ വെക്കണ മാതിരി ഫ്ലക്സുമലൊക്കെ ഫോട്ടോ വെക്കാൻ ഞമ്മക്കൊരു തോഫി കിട്ടിയേക്കാണെങ്കിൽ എന്തൊരു മട്ടുണ്ടാവും. ഉസ്താദിന്റെ ഉള്ളാളത്തെ പാപ്പാന്റെ ഒരു ഫോട്ടോ ഇങ്ങനെ ഫ്ലക്സുമലാക്കി വെച്ച എസ്കക്കാര് നോക്കിക്കൂല അരമണിക്കൂർ. ആ ജാതി മുത്താളല്ലേ നമ്മളെ നേതാക്കള്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അതൊക്കെ ഒരു മട്ടം വേണടാ. പിടിച്ചുമ്പോ മട്ടുള്ളത് പിടിക്കണോ, അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ലാതെ ഈ എവിടെയെങ്കിലും ഈ അന്തം വിട്ട് നടക്കണ ആൾക്കാരെ പിന്നാലെ കൂടി എസ്കക്കാരെ എങ്ങളോ അയലിച്ച ദുനിയാവും തന്നെ എങ്ങനെയാ ആഹൃത്തത്തെ കഥഞ്ഞ് പറയണ്ടോ. അങ്ങനെ എന്ത് ചെയ്തു? പ്രേമചന്ദ്രൻ മന്ത്രി പ്രസംഗിക്കണം, അതൊന്ന് കേട്ടോളി. ആകെ ഒരു തെറ്റേ പ്രേമചന്ദ്രന് പറ്റിയിട്ടുള്ളൂ. അത് തെറ്റ് എന്ന് പറഞ്ഞുകൂടാ, അത് മൂല്യന്മാർക്ക് സാധാരണ മനസ്സിലാവുള്ളൂ. കാരണം ഈ അജ്നാസു സൂറിയും കുബുരൊക്കെ ഓതുന്നോൽക്കുണ്ട് സുലാസി മുജറദ് മസീദ് ഫീ എന്ന് പറഞ്ഞൊരു പഠനമൊക്കെ. അതായത് അസ്ലിയായ 3 അക്ഷരമുള്ളതും അതിനേക്കാൾ ഡ്യൂപ്ലിക്കേറ്റ് 2 ഏറുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബാക്കി ഒരു കിതാബോത്തുണ്ട്. അതിപ്പോ പ്രേമചന്ദ്രൻ ഓതിയിട്ടില്ലല്ലോ. അതൊരു പിഴവ് മാത്രമേ ഉള്ളൂ. SKSSF എന്നുള്ളിൽ 5 അക്ഷരം ഉണ്ട് എന്നുള്ളത് മൂപ്പര് മസീദ് ഫീ ഒന്നും പഠിച്ചിട്ടില്ല. നിങ്ങൾ നോക്കി, നിങ്ങൾ ആയി തന്നെ ഒരു കുത്തിയിരിപ്പുണ്ടല്ലോ. SK എന്ന് പറഞ്ഞാല് ഒരു ശരാശരി മലയാളാക്കി കൂട്ട, SSF എന്ന് പറഞ്ഞാലോ അതൊരു ഇംഗ്ലീഷുമാണ്. അതെന്നെ ഒലക്കിയും പാന്ത് ഏറ്റുകൂട്ടിയ മാതിരിയാ, സ്വഭാവത്തിനനുസരിച്ച് തന്നെ ബല കോലം. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വലിയ കാലതാമസം നേരിട്ടതിനു ശേഷം വൈകിയതിനു ശേഷം മാത്രമാണ് വനിതാപതിന്റെ SKSSFന്റെ ആഭിമുഖ്യത്തിലുള്ള മേഖലാ സമ്മേളനവും മനുഷ്യജാലികളുടെ പ്രചരണ പരിപാടിയുടെയും ഔപചാരികമായ ഉദ്ഘാടനത്തിന്റെ എത്തിച്ചേരാൻ കഴിഞ്ഞത്. വളരെ വൈകിയുണ്ടായിട്ടുള്ള അസൗകര്യം വളരെ വലുതാണെന്ന് എനിക്കറിയാം. ഒഴിവാക്കാൻ കഴിയാത്ത ഒരു സംഘടനാ കമ്മിറ്റിയിൽ പൂർണ്ണസമയം ഇരിക്കേണ്ടി വന്നതുകൊണ്ടാണ് കൃത്യമായി പരിപാടിയിൽ ചടങ്ങിൽ എത്തിച്ചേരാൻ കഴിയാൻ പോയത്. ഏഴോടുകൂടി എത്തിച്ചേരാമെന്നാണ് ഞാൻ സംഘാടകരെയിൽ നിന്ന് അറിയിക്കുന്നതിൽ പോലും. അത് കഴിഞ്ഞ് വീണ്ടും ഏതാണ്ട് 1 മണിക്കൂർ വൈകിയാണ് സത്യത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ എത്തിച്ചേരാൻ കഴിഞ്ഞത്. ആ അസൗകര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയതിൽ പതയും ക്ഷമയും ഖേദവും ഞാൻ ആദ്യമായി പ്രകടിപ്പിക്കുകയാണ്. മുഖ്യ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പൈസി അവர்கள் അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞവസാനിപ്പിച്ച വിഷയം ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ മതവിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രബലമായ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. സമസ്ത കേരള ജംഇയ്യത്ത് ഉലമയുടെ ആഭിമുഖ്യത്തിൽ അല്ലെങ്കിൽ ജംഇയ്യത്ത് ഉലമയുടെ രക്ഷകർത്തൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലയിൽ എക്കാലവും ധാർമ്മിക മൂല്യങ്ങളോടുകൂടി അല്ലെങ്കിൽ ധാർമ്മികാടിത്തറയുള്ള വിദ്യാഭ്യാസത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വൻ വിദ്യാഭ്യാസ ശൃംഖല തന്നെ കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ സമസ്ത കേരള ജംഇയ്യത്ത് ഉലമയ്ക്കും സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും വയനാട് ജില്ലയിലും കാസർഗോഡ് ജില്ല അടക്കമുള്ള ജില്ലകളിലുള്ള വിവിധ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നേരിട്ട് പോകാനും അവിടുത്തെ പരിപാടികളിൽ പങ്കെടുക്കാനും അവസരമുണ്ടായ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കരുനാഗപ്പള്ളി പട്ടണത്തിലെ ബഹുജനങ്ങളെ പ്രത്യേകമായി സാക്ഷ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആയിരക്കണക്കിന് 10,000-കണക്കിന് എത്തിയും കുട്ടികൾ അടക്കമുള്ള കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും അതുപോലെ ആധുനിക കമ്പ്യൂട്ടർ വിദ്യാഭ്യാസവും IT വിദ്യാഭ്യാസവും ഉൾപ്പെടെയുള്ള അത്യന്താധുനികമായ സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ പ്രയോജനം കേരളത്തിലെ എത്തിയും മക്കൾക്ക് കൂടി ലഭ്യമാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോഴിക്കോട് ആരംഭിക്കാൻ പോകുന്ന എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമുച്ചയം തന്നെ കാന്തപുരം ബഹുമാനായിട്ടുള്ള കാന്തപുരം ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ അബൂബക്കർ മുസ്ലിയാർ അവരുടെ നേതൃത്വത്തിൽ ഭാവനാ സംബന്ധമായ വിദ്യാഭ്യാസ വികസന പദ്ധതിക്കാണ് രൂപം നൽകിക്കൊള്ളുന്നത്.
പ്രസംഗത്തോടൊപ്പം തന്നെ പ്രവർത്തിക്ക് തുല്യമായ പരിഗണനയും പ്രാധാന്യവും കൊടുത്തുകൊണ്ട് ധാർമ്മിക വിദ്യാഭ്യാസത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുന്ന മഹത്തായ ഒരു സന്നദ്ധ സാമൂഹ്യ പ്രസ്ഥാനമായി ആത്മീയ പ്രസ്ഥാനമായി സമസ്ത കേരള ജംഇയ്യത്തുലമയും അതിന്റെ രക്ഷകർത്തൃത്വം അംഗീകരിക്കുന്ന സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷനും മാറിത്തീർന്നിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്, അഭിനന്ദനകരമാണ്. SKSSFന്റെയും അതുപോലെ തന്നെ SYSന്റെയും ഒക്കെ നിരവധി സമ്മേളനങ്ങളിൽ ഇതുപോലെയുള്ള സാംസ്കാരിക സന്ദർഭങ്ങളിലും ഒക്കെ സംബന്ധിക്കാൻ അവസരമുണ്ടായിട്ടുള്ള ജനപ്രതിനിധി എന്ന നിലയിൽ ആ പ്രവർത്തനങ്ങളെ എത്രമാത്രം പ്രകീർത്തിച്ചാലും അഭിനന്ദിച്ചാലും മതിയാകില്ല എന്നതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം, കാഴ്ചപ്പാട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കാസർഗോഡ് നിന്നും വടക്കൻ കേരളത്തിൽ നിന്നും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു വലിയ പ്രചരണ ജാഥ ക്യാമ്പയിൻ. അതിന് തുടർന്ന് ഞാൻ ഒരു പതിറ്റാണ്ടിന് മുമ്പാണ്, 7-8 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ ക്യാമ്പയിനുകളിൽ സ്നേഹത്തിലുള്ള മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കുക എന്ന സന്ദേശവുമായി സംഘർഷഭരിതമായിരുന്ന കേരളത്തിന്റെ സാമൂഹികാന്തരീക്ഷത്തിൽ മനുഷ്യ മനസ്സുകളെ സ്നേഹത്തിന്റെ ചങ്ങലയിലൂടെ കോർത്തിണക്കാൻ വേണ്ടി ഇനിയും കുറെ പറയണമെന്നുണ്ട്. അടുത്ത കാന്തപുരം എന്ന് വരുന്നതിന്റെ മുമ്പ് മൈക്ക് ഓഫാക്കിച്ചതാ. നിങ്ങൾ നോക്ക്, ഇത്തരം ഒരു മുഖം കടല് ദുനിയാവിൽ വേറെണ്ടോ? പക്ഷെ കെട്ടിക്കണെന്ന് തിരിയേണ്ട തഹസീൽനാസിലും മുഹാല അഞ്ഞ അവിടെ കെടല്ല. അതാണ് വിഷയം. എന്താ സംഗതി അറിയങ്ങള്? ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദേ മുശാവറയിലേക്ക് പോലും വരാൻ കഴിയാതെ വീട്ടിൽ വിശ്രമിക്കുമ്പോ സമസ്തയുടെ പിളർപ്പിന്റെ ഘട്ടത്തിൽ കവലകളിൽ കണ്ണിയത്തുസ്താദിനെ കൊണ്ടുവന്ന് കാന്തപുരം ഉസ്താദിനെ തെറി പറയിപ്പിക്കാൻ മൈക്കിന്റെ മുമ്പിലിരുത്തി. ദുആ കഴിഞ്ഞ ഉടനെ കണ്ണിയത്തുസ്താദ് ചോദിക്കൂ, AP എവിടെ? വേല അറിയാൻ പറയും. കാരണം എന്താ? കണ്ണിയത്തുസ്താദിന്റെ നല്ല പങ്കാലത്ത് സമസ്തക്കും വേണ്ടി വേല പറയുന്ന ഒരു മൂല്യരുണ്ട്. അത് കൊണ്ടോട്ടിയല്ല, കാന്തപുരത്താണ്. അതുകൊണ്ട് തന്നെ കണ്ണിയത്തുസ്താദ് ആ ഓർമ്മ വെച്ച് പറയാ, ഏപ്പിനോട് വേല അറിയാൻ പറയും. മൈക്ക് ഓഫാക്കും. എത്ര സ്ഥലത്ത് ഓഫാക്കി? ചില കുരുത്തക്കേട് അങ്ങനെ എന്താണോ കുരുത്തക്കേട് കാട്ടിയത് അത് മരിക്കോളം ചെയ്യും. നിങ്ങൾ ഇപ്പോഴും ഓഫാക്കുക, നിങ്ങൾ ഇപ്പോഴും മൈക്ക് ഓഫാക്കുക. ഉത്തരവാദപ്പെട്ട ഒരു മന്ത്രിയെ സ്റ്റേജിലിരുത്തി അദ്ദേഹത്തിന്റെ പ്രസംഗം പൂർത്തിയാക്കാൻ അനുവദിക്കാതെ മൈക്ക് ഓഫ് ചെയ്ത് ഒരു VIP-യെ വഷളാക്കുന്ന ദുരന്തം അള്ളാഹുവിന്റെ ഭൂമിക്ക് മുകളിൽ ആകാശത്തിന് ചുവട്ടിൽ SK എന്ന് പറയുന്ന സകല ഉലാവിക്കല്ലാതെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ മറുപടി പറയും. എവിടെയാ ഞങ്ങളത് കെട്ടത്? നിങ്ങളത് കെട്ടതാ ഞങ്ങൾ ഈ പറയുന്നേ. അതായി പറയണേ. സഹോദരന്മാരെ, ഇതൊക്കെ തിരിയണമെങ്കിൽ എന്തുമാണെന്ന് നിങ്ങള് പൂങ്കാവനം കുഞ്ഞാപ്പൂന്റെ പോലെ കിടിനി തലയിലെങ്കിലും വർക്ക് ചെയ്യണം, എന്നാലേ മനസ്സിലാവുള്ളൂ. അതേ ഞങ്ങൾക്കതിൽ പറയാനുള്ളൂ. പക്ഷേ സങ്കടം തരങ്ങള് ഇതൊക്കെ കേൾക്കണോടത്തോളം അസൂയ കൂടുകയാണ്. അങ്ങനെ നോക്ക്, ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ സംബന്ധിച്ച് പ്രേമചന്ദ്രൻ പറയണ, ഉസ്താദ് യത്തീം കുട്ടിയാൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതൊക്കെ, അതായത് ഓത്തള്ളിയിലും സ്കൂളിലൊന്നും മദ്രസിലും ദർസിലൊന്നും പോകാത്ത പ്രേമചന്ദ്രൻ സാറിന് അത് മനസ്സിലാക്കി. കാരണം മൂപ്പര് സമൂഹത്തിന്റെ നാടിമിടിപ്പ് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ നോക്ക്, ഈ രാജ്യത്ത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനം മനസ്സിലാക്കിയ അറേബ്യൻ സമൂഹം കാന്തപുരം ഉസ്താദിനെ അബുല്ലൈത്താം എന്ന് അഭിസംബോധനം ചെയ്തു. യതീമുകളെ സംരക്ഷിക്കുന്ന പിതാവ് എന്ന ആലങ്കാരിക പ്രയോഗത്തിൽ അറേബ്യൻ പത്രങ്ങൾ AP ഉസ്താദിനെ പരിചയപ്പെടുത്തി. എന്നാൽ മൗലവിമാർക്ക് അവിടെയാ പ്രശ്നം. മൂത്തേട്ടക്കാരനായൊരു മൗലവി പറയണ്, എന്താ അയാള് പറയണേ, എങ്ങനെയാ യത്തീം കുട്ടികൾക്ക് വാപ്പുണ്ടാവുക എന്നാ മൂപ്പരെ ഇഷ്കാല്. അബുല്ലൈത്താൻ പറഞ്ഞ യത്തീം കുട്ടികളെ വാപ്പാന്നല്ലേ? ഇയാള് ഭയങ്കര ഖുർആൻ ക്ലാസിന്റെ ആളുമാണ്. ചക്കിക്കൊത്ത ചങ്കരൻ എന്നല്ലാതെ എന്താ പറയാ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് വായിച്ചിട്ട് മൂലേരെ അപ്പുറം വായിക്കണില്ല. അപ്പൊ എന്താപ്പത്? പിരാന്തായിട്ടൊന്നുമല്ല, പിന്നെന്താ മൂപ്പര് ആലോചിക്കണ്. എന്താ ആലോചിക്കണ്? എങ്ങനെയാ ഈ പൂച്ചക്ക് വാപ്പുണ്ടായത് എന്നാ മൂപ്പര് ആലോചിക്കണം. അബൂ ഹുറൈറ പൂച്ചന്റെ വാപ്പ. മൂലയന്മാരെ നിങ്ങളൊന്നും ഉഗാണ്ടിയിൽ വരെ എടുക്കൂല. അതാണ് അവസ്ഥ. എന്താണ് ഇതിനൊക്കെ നമ്മൾ എന്തിനാ അതൊക്കെ ഞങ്ങളെ കൊണ്ട് പറയും? ഈ ക്ലിപ്പൊക്കെ എത്ര കാലായി ലാപ്ടോപ്പ് കിടക്കണറിയോ? നമ്മൾ ഉസ്താദ്മാരെയൊക്കെ ഒരു സമ്മതം കിട്ടേണ്ടതൊക്കെ ഒന്ന് പറയാനായിട്ട്.
നിങ്ങൾ നോക്കി, നിങ്ങൾ കൂരിയാട് വലിയ റാഹത്തിലും ഐക്യത്തിലും പോകുക. ഞാൻ പ്രവർത്തകരോട് പറഞ്ഞു അവിടെയൊക്കെ എന്നത് പറയണം, അതിനൊരു മുഖത്തല്ലാരും ഒത്തു കിട്ടണ്ടേ? നിങ്ങൾക്കൊക്കെ എന്ത് ചായ എന്താ ഇപ്പൊ നിങ്ങൾക്ക് തന്നാല് എന്ത് തന്നാലും ഞങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് പറ്റിയതായതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ വരികയാണ്. നോക്കിങ്ങള് ഈ ക്ലിപ്പൊക്കെ ഇപ്പൊ ഷെയർ മുബാറക്കിന്റെ ബർക്കത്ത് ചില്ലറിയാ. എത്ര കാലാ ഇതൊക്കെ മുട്ടി നിൽക്കണ്? ഒന്ന് പറയാം, സുനാമി മാതിരി ഇപ്പൊ പറയല്ലേ. എന്തൊരു മട്ടന്റെ കാര്യങ്ങൾ. ഞങ്ങള് പറയാനും കേൾക്കാനും നീർച്ചക്കാരെ മുഴുവൻ വിളിച്ചു. പക്ഷെ നമ്മളൊരു ഏതുണ്ടാക്കണോല്ലോ ആകരുതല്ലോ. എന്നാ വരെ പോയത്തും മനുഷ്യന്മാർക്ക് തിരിയും വേണല്ലോ. അതിനെന്ത് ചെയ്തു? ഷെയർ മുബാറക്കിന്റെ ബർക്കത്ത് തന്നെ. എത്ര നല്ല ബർക്കത്തുള്ള ഷെയർ മുബാറക്ക്. അള്ളാഹു അതിന്റെ പോരിശ കൊണ്ട് നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമുക്ക് അള്ളാഹു താല ബർക്കത്ത് നൽകുമാറാവട്ടെ. ഞങ്ങൾക്ക് ഇങ്ങനെ ദ്വാരക്കാൻ ഒരു മൂടിയന്നേലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്ങന്മാരുള്ളത്? വെറുതെ വയലാൻ പോണ്ട. സ്വഹാബത്തിന് വെള്ളം കിട്ടിയില്ലെങ്കിൽ കിട്ടിയവരെ കൈമുത്തി ബർക്കത്തെടുത്തീനി. മർക്കസ്ക്ക് ഇനി അങ്ങനെ വരാൻ ഞങ്ങളെ വയലിച്ച സമ്മതിക്കൂല. ഞങ്ങളൊക്കെ കുടിച്ചിക്കണ്, ഞങ്ങളിന്ന് തൊട്ടോളൂ, എന്നാലും ഒരു മട്ടം കിട്ടും. അത്രേ ഞങ്ങൾക്ക് അതിൽ ഇതൊക്കെ നിങ്ങളെ ഹൈറിന് പറയാ. ഞങ്ങൾക്കിപ്പോ എന്തായാലും അടുത്ത റബിയുൽ അവ്വലിൽ ഞങ്ങളിങ്ങനെ ആലോചിക്കാം, പഠിച്ചോനെ എവിടെയപ്പോ ഈ ആൾക്കാരെ മുഴുവൻ കൊള്ളാം. കാരണം എന്താ, കഴിഞ്ഞ റബിയുൽ അവ്വലില് വെള്ളം കുടിക്കാൻ വന്ന പോലെ തിരക്കത്തിരിയ. ഈ റബിയുൽ അവ്വലിന് നീളം നോക്കാൻ വരുന്നോലും ഉണ്ടാവൂലേ? അങ്ങനെ എന്ത് ചെയ്യും? ഇവര് വന്ന് നീളം നോക്കുമ്പോ എസ്കക്കാരന്റെ ക്ലിപ്പിലുള്ള നീളം വലുപ്പമൊന്നും മർക്കസിലെ മുടിക്കുണ്ടാവില്ല. കാരണം പുട്ടും കുച്ചിന്റെ വലുപ്പം പുട്ടിനുണ്ടാവില്ലല്ലോ. അങ്ങനെ എന്നാ പിന്നെ കാട്ടി നമുക്കൊരു കുപ്പി കുടിച്ചാ പിന്നെ അതിന്റെ കോണം കാണുമല്ലോ. അവിടേക്ക് അപ്പൊ കാര്യങ്ങൾ പോണം. അല്ലെങ്കിൽ നിങ്ങൾ നോക്കി, നിങ്ങൾ ഇത്ര പബ്ലിസിറ്റി ഇതിന് കൊടുത്ത ആളാരാ? നിങ്ങൾക്കൊന്നും ഞങ്ങൾ ചില്ലറ നന്ദി പറഞ്ഞാൽ പോരാ. എന്നാൾ നെറ്റിൽ ഒരാൾ വയല് കേട്ടിട്ട് ഒരു അമുസ്ലിമായ സഹോദരി നമുക്ക് 1000 റുപ്യ സംഭാവന. അതാണിപ്പോ ഷെയർ മുബാറക്ക് പള്ളിന്റെ അവസ്ഥ. ഇതിനൊക്കെ നിങ്ങളോട് ഞങ്ങൾക്കാണെങ്കിലോ ഞങ്ങൾ ഇങ്ങോട്ട് ചൂടാണിന്റെ മുമ്പ് നിങ്ങൾ ചൂടായാ പിന്നെ ഞങ്ങൾക്ക് ഇന്ധനമൊന്നും വേണ്ട, മട്ടത്തിലാണ്ട് ആയിക്കോളും. ഇതൊക്കെ ഞങ്ങളെപ്പറ്റിയൊരു വിവരങ്ങൾക്ക് വേണ്ട. നിങ്ങൾ തന്ന ഏറൽ അന്ന് എറിഞ്ഞ കല്ലല്ലേ ചെങ്ങായിമാരെ മർക്കസിന്റെ തറമ കിടക്കണം. നിങ്ങളെയൊക്കെ വല്ല കഥയുണ്ടോ? ഇതൊക്കെ നിങ്ങൾക്കൊന്നും മനസ്സിലാ. ഒരു റജുലുർ റഷീദ് വേണ്ടേ, അര വേണ്ടേ, എന്നങ്ങനെ ഉണ്ടോ? അപ്പോ നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ ലോകം പരിചയപ്പെടുത്തുമ്പോ മോലിയാര് AP ഉസ്താദിനെ കുതിരയൊക്കെ എന്താ എത്തിയും കുട്ടികൾക്ക് നീളം ഏറണ്ടായിട്ടൊന്നല്ല, മനസ്സാക്ഷിന്റെ കുറവേ. അങ്ങനെ ഉസ്താദിനെയും ആയിരങ്ങളായ യതീമുകളുടെ മാതാക്കളെയും പരോക്ഷമായി വൃത്തികേട് പറയുന്ന കാസിമിയെ കണ്ടോ? ഇവിടെ പറഞ്ഞപ്പോ അബുൽ ഐത്താം എന്ന് പറഞ്ഞപ്പോ ഉള്ളിൽ ഞാൻ ചിരിച്ചുപോയി. എല്ലാം കൂടി നിങ്ങളോട് അങ്ങനെ പറയാൻ പറ്റൂല. അല്ല, ഇന്ത്യൻ യതീമുകളൊക്കെ മൊത്തം പുതിയൊരു വാപ്പുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിഷയം തന്നെയാണ്. നിങ്ങൾക്ക് ബുദ്ധിയില്ലാന്ന് എനിക്ക് മുമ്പേ അറിയാം. മൂപ്പര ബുദ്ധിന്റെ ഊക്കൈ തലമൊന്നും ഇടാത്ത അഥവാ സ്ഫോടനം ഉണ്ടായാലോ? ബുദ്ധിയില്ലാന്ന് മനുഷ്യന്മാരെ മുന്നിൽ എങ്ങനെ പറയാ? തീരെ ബുദ്ധിയില്ലേ നിങ്ങൾക്ക്? എങ്ങനെ അബുല്ലായിത്താം ഉണ്ടാവുക? യത്തീം മക്കൾക്ക് ജീവിച്ചിരിക്കുന്ന വാപ്പുണ്ടായി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വാപ്പൊക്കെ വെച്ചു എന്നല്ലേ എന്റെ മേന? അത് ശരിക്കും അറിയണമെങ്കിൽ മൂത്തേടത്ത് അംസോലിയാരോട് തന്നെ ചോദിക്കണം. എന്നാ ശരിക്ക് കിട്ടുന്ന അംസോലിയാർ പറഞ്ഞിട്ടില്ലെങ്കിൽ അയലോക്കത്തെ താത്താര് പറഞ്ഞു തരും. കാരണം കുളിക്കാൻ പോകാൻ പോയിക്കണ്ട പേരന്റെ മുന്നിൽ കൊടുത്തു. അപ്പൊ ഇതാണ് അവസ്ഥ. ഞങ്ങളെ കൊണ്ട് ഇതൊന്നും പറയിപ്പിച്ചണ്ട. നന്നായി ഞമ്മളൊക്കെ നാട്ടുകാരല്ലേ മൂല്യരെ, ഞമ്മക്കിതൊക്കെ ശരിക്കും അറിയില്ലേ? മൂത്തേടെ ഏർപ്പാടിക്ക് പോയ പ്രശ്നമല്ല, ബാപ്പ പോകുമ്പോഴാ പ്രശ്നം. ബാക്കിയൊക്കെ അടുത്ത ഘട്ടത്തിൽ പറഞ്ഞുതരാം. നിങ്ങൾ നോക്ക് സഹോദരന്മാരെ, ഈ ഒരു അവസ്ഥ നിങ്ങൾ എന്തിനാ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത്? നന്നായി പറയും. ഈ പണി നിർത്തുന്നതാ നിങ്ങൾക്ക് നല്ലത്. ഇത് ഞങ്ങൾ ഒന്നാമത്തെ സ്റ്റെപ്പാ. മൂത്തേടെ നിലമ്പൂർക്കാരനാ, ഞാനും നിലമ്പൂർക്കാരനാ. ഞങ്ങൾ ആ ഇടവണ്ണ വിട്ടാ കുറച്ച് മലയാളം വേറണ്ടേ. അപ്പൊ ഞങ്ങൾ തമ്മിൽ പറഞ്ഞ നിങ്ങൾക്ക് നാട്ടുകാർക്ക് വലിയ ഉറക്കം കിട്ടൂല. വെറുതെ മാണ്ടാത്ത പണിക്ക് വെക്കണ്ട. ഇതൊക്കെ ഞങ്ങളെ നല്ല ബുദ്ധി കൊണ്ട് പറഞ്ഞു തരാ. നിങ്ങൾ നോക്ക്, എത്ര അപകടമാണ് ഈ പറഞ്ഞത്. ആയിരങ്ങളായ യതീമുകൾക്ക് അറിവും അന്നവും ആഹാരവും കാന്തപുരം ഉസ്താദ് കൊടുത്തു എന്നതിനെ അത് അംഗീകരിക്കാൻ സനത് വേണോ? അത് അംഗീകരിക്കാൻ മനസ്സാക്ഷി പോരെ? ചെറിയതാണോ സഹോദരന്മാരെ ഈ പറയുന്നതൊക്കെ? ചെറിയതാണോ ഇതൊക്കെ പറയുന്നത്? ആ ഒരു പ്രശ്നം തന്നെയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ കൈകളിലേക്ക് ബറക്കാത്തി ശൈഖുമാരിലൂടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഷഹർ മുബാറക് എത്തുമ്പോൾ
അതാ കാന്തപുരം ഉസ്താദ് ലോകത്തെ ഏതൊരു മുസ്ലിമും ചരിത്രത്തിൽ ചെയ്തതുപോലെ ഇന്നും മുസ്ലിം സമുദായം ചെയ്യുന്നതുപോലെ തന്റെ കയ്യിലേക്ക് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചരിത്ര പ്രാധാന്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് കിട്ടിയ സനദോടെ കിട്ടിയ ഷഹർ മുബാറക്ക് കാന്തപുരം ഉസ്താദിന്റെ കയ്യിലെത്തുമ്പോൾ കാന്തപുരം ഉസ്താദ് അതിനെ ബഹുമാനിച്ചു. കാന്തപുരം ഉസ്താദ് ആരുടെ മേലിലും അത് അടിച്ചേൽപ്പിച്ചിട്ടില്ല, അതാരുടെ മേലിലും അടിച്ചേൽപ്പിച്ചിട്ടില്ല. നദ്വി മൗലവി പറയുന്നത് പോലെ ആരുടെ മേലിലും അത് അടിച്ചേൽപ്പിച്ചിട്ടില്ല. അത് ബറക്കത്തെടുക്കുന്ന വിഷയമാണ്. ബോധ്യമുള്ളവർക്ക് ചെയ്യേണ്ടതേ ഉള്ളൂ, അല്ലാത്തവർ നിഷേധിക്കാതിരുന്നാൽ മതി. ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പറഞ്ഞത്. ഇനി നിങ്ങൾ നോക്ക്, ആ ഒന്നാമത് ബറക്കാത്തി ശൈഖുമാരിൽ നിന്ന് AP ഉസ്താദിന്റെ കയ്യിൽ മുടി കിട്ടിയപ്പോ മൂലയന്മാർക്ക് സുന്നാമി പിടിച്ച കോലം. എന്തേ? കാശ്മീരിന്ന് കുട്ടികൾ വന്നപ്പോ എന്താ ബൽക്ക് പ്രശ്നം? അതന്നെ യത്തീം കുട്ടികൾക്ക് AP ഉസ്താദ് സംരക്ഷണം കൊടുത്തപ്പോ എന്താ ബൽക്കുണ്ടായ വിഷയം? അന്നൊക്കെ വൃത്തികേട് പറഞ്ഞ നാക്കുകൾ വീണ്ടും ചലിച്ചു തുടങ്ങി. അങ്ങനെ അമീദ് വൈസി അമ്പലക്കടവെന്ന് പറയുന്ന ബഹാവുദ്ദീൻ മൗലവിയുടെ കിലിങ്കിൽത്തിയാണല്ലോ. അങ്ങനെ ബഹാവുദ്ദീൻ കൂരിയാടിന്റെ കിൽത്തയായ അമീദ് വൈസി, അത് രണ്ടും ഒന്നിച്ചിങ്ങനെ ഉണ്ടാവും. അങ്ങനെ ചോദിച്ചപ്പോ എന്താ, ഇപ്പൊ ഞാൻ ഇന്നാള് ദുബായി പോയപ്പോ അബുദാബിയിൽ ബലുണ്ട് എന്നാ കേട്ടെ. ഇപ്പൊ നെറ്റ് കൂടിയൊക്കെ ബലിങ്ങനെ പറയണത് പുതിയതെന്തോ കൊണ്ടുവരണ്ട് എന്നാ. മൂലേരെ കൊണ്ടെന്ന് വഷളാകണ്ട, കൊണ്ടെന്നാ ഞങ്ങൾ അപ്പുറം പറയും. വെറുതെ എന്തിനാ മാനം കെടാ നിൽക്കണേ? നിങ്ങളാ പരിപ്പം നിങ്ങൾ പറഞ്ഞതിന്റെ അപ്പുറമൊന്നും നിങ്ങൾക്ക് പറയല്ല, കൊണ്ടെന്നതിന്റെ അപ്പുറമൊന്നും കൊണ്ടുവരാൻ ഇല്ലങ്ങളെയൊക്കെ 10-30 കൊല്ലായില്ലേ ഈ പണികൾ തുടങ്ങിയിട്ട്. അവസാനം അവനാന്റെ താടിമുടി നരച്ചെന്നല്ലാതെ AP ഉസ്താദിന് എന്തേ നിങ്ങൾക്ക് കാട്ടാൻ കഴിഞ്ഞ്? ആ മനുഷ്യണ്ടല്ലോ എപ്പോഴും ആ ഫിഗറിൽ ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അള്ളാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ, ആഫിയത്ത് നൽകുമാറാവട്ടെ, ഇസ്സത്ത് നൽകുമാറാവട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ ഇപ്പൊ ആർക്കും വേണ്ടി അങ്ങനെ മട്ടത്തിലൊന്നും മനസ്സൊഞ്ഞു ദ്വാരക്കുക. അതിനൊരു മനുഷ്യൻ വേണ്ട നിങ്ങളെ കൂട്ടത്തിൽ. അപ്പോ ഞങ്ങൾക്ക് അള്ള തന്ന നിയമത്തെ തരിക, അൽഹംദുലില്ലാഹ്. ചെറിയ നിയമത്തല്ല, എല്ലാം ഒന്നൊന്നിനും മെച്ചല്ലേ. മൗലാന MA ഉസ്താദ് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ചിത്താരി ഉസ്താദ് അള്ളാഹു ഇഫ്ഫത്തും ഇസ്സത്തും നൽകുമാറാവട്ടെ. താജുൽ ഉലമാ എവിടെയാ വെക്കാൻ പറ്റാത്ത മൂപ്പരെ? ചില്ലറ സയ്യിദല്ല, കനപ്പെട്ട സാദാത്തുക്കളാ. ഇങ്ങനെ ഒരു 4 എണ്ണിക്കാൻ നിങ്ങൾ ഒടിഞ്ഞോ മുറിഞ്ഞോ കൊണ്ട് ഒഴിവാക്കിയിട്ട്, ചള്ളിയും പൊള്ളിയൊക്കെ ഒഴിവാക്കിയിട്ട് മട്ടത്തിലുള്ള 4 എണ്ണയും എന്നിട്ട് നമ്മൾ സമാസം ഒന്ന് നോക്കുക. എന്താ അപ്പൊ ഇതൊക്കെ ഞമ്മക്ക് എരന്നല്ല സത്യം പറഞ്ഞാല്, എരമാണ്ടതൊക്കെ. അങ്ങനെ നിങ്ങൾ നോക്ക്, AP ഉസ്താദിന്റെ കയ്യിൽ ഷെയർ മുബാറക്ക് കിട്ടിയപ്പോ എന്താ ബല് പറഞ്ഞത്? നിങ്ങള് ആ ബറക്കാത്തികളേക്കൊന്ന് കിട്ടിയത് ശരിയല്ല എന്നാ. പിന്നെ ശരി എവിടെയുള്ളത്? അത് അഹമ്മദ് ഖസറജിന്റെ കയ്യിലുള്ളത് എന്നാ പറഞ്ഞത്. എന്താ? ആ അഹമ്മദ് ഖസറിന്റെ കയ്യിലുണ്ട്. അപ്പൊ ഉസ്താദിന് അഹമ്മദ് ഖസർജി കൊടുത്തപ്പോ ഉസ്താദ് അത് കൊണ്ടുവന്നു. ഇതേ ഉസ്താദ് ചെയ്തിട്ടുള്ളൂ. ഈ അഹമ്മദ് ഖസറജിയുടെ കയ്യിൽ ഷെയർ മുബാറക്ക് ഉണ്ട് എന്ന് അമ്പലക്കടവൻ പറഞ്ഞിട്ട് കാലം എത്രയായി നദിവി? എന്തേ നിങ്ങളെ നാക്ക് ചലിക്കാഞ്ഞത്? എന്തേ നിങ്ങളെ പ്രബോധനത്തിൽ കാണാഞ്ഞത്? എന്തേ നിങ്ങളെ മാധ്യമത്തിൽ കാണാഞ്ഞത്? ആ ഷെയർ മുബാറക്ക് AP ഉസ്താദിന്റെ കയ്യിലെത്തുന്നത് വരെ നിങ്ങളെ നാവിന് നീട്ടം കണ്ടില്ലല്ലോ ഞങ്ങൾ. എന്താ കുഴപ്പം? ഇതിനൊക്കെ മറുപടി പറയേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ? നിങ്ങൾ വഹാബിയാന്ന് പറഞ്ഞ് തോളിൽ തട്ടല്ലേ? നിങ്ങൾ മൗദൂദിയാണോ എന്ന് ആലോചിച്ച് ടെൻഷനാകല്ലേ? തൊള്ളിയിൽ പുണ്ണ് വരും, അപ്പൊ പിന്നെ പ്രസ്താവന കിട്ടൂല, ഞങ്ങൾക്ക് ക്ലിപ്പ് കിട്ടണം. നിങ്ങൾ നോക്ക്, നിങ്ങൾ മറുപടി പറയും. എന്തേ നിങ്ങൾ അഹമ്മദ് ഖസറജിയുടെ കയ്യിൽ ഷെയർ മുബാറക്ക് ഉണ്ട് എന്ന് അമ്പലക്കടവ് പറഞ്ഞിട്ട് കാലം എത്രയായി? മർക്കസിലെ മുടി എത്തുന്നത് വരെ എന്തിന് നിങ്ങൾ കാത്തിരുന്നു? മറുപടി അല്ലേ? ഇവിടെ കൂരിയാട് നദിവിയുടെ പിന്നെ കുടുംബക്കാര് അങ്ങനെ ഉണ്ടല്ലോ, ഈ തറവാടിന് മോശം വരുമല്ലോ അതൊക്കെ. അതുകൊണ്ട് അവരൊരു നല്ല മനസ്സ് വെച്ചിട്ട് എന്ത് ചെയ്താണ്? നിഷ്പക്ഷമായി അതിൽ ഈ പിന്നെ ചെറുശേന ജയന്തി മൂലേരെ സമസ്തയെ അംഗീകരിക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. എല്ലാവരും പാടെ കൂടി ഒരു കുടുംബത്തിന്റെ മസ്ലഹത്ത് എഴുത്തുകൊടുത്തതാണ്. ഞങ്ങൾ ഈ കുടുംബം എഴുത്തിട്ട് ഒപ്പിട്ട് കൊടുക്കണേന്നെ ഞങ്ങളെ സംഘടനന്റെ പേരിലല്ല, അതവരുടെ കുടുംബത്തിന്റെ പേരിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒപ്പിട്ട കൂട്ടത്തിൽ എസ്കക്കാരെ സ്റ്റേജിൽ കയറാൻ പറ്റിയവരുണ്ടാകാം. അതിനർത്ഥം അയാൾ ഒപ്പൊന്നു മാറിയെന്ന് വിശ്വസിച്ചുകൂടാ. പിന്നെപ്പോ ഒരു സുഖമില്ലാത്ത മനുഷ്യൻ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ.
പിന്നെ കുട്ടികളി മക്കളെയൊക്കെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കുറച്ച് തന്നെയല്ലേ. പിന്നെ ഇപ്പൊ AP മൗലവിമാരെ ഹിമ്മത്തേതായാലും നജീബ് മൗലവി പറഞ്ഞ മാതിരി ഓൽക്ക് ഉണ്ടാവൂലല്ലോ. അപ്പൊ ഇതൊക്കെപ്പാടെ കൂട്ടിയിട്ട് നമുക്ക് അവിടെ അഫ്വ് ചെയ്യാം. അത്രേ ആ വിഷയത്തിൽ നമ്മൾ പോണുള്ളൂ. എന്നാൽ നിങ്ങൾ നോക്ക്, ഇവിടെ ആ കത്തിന് മറുപടി, ആ കത്തിൽ എന്തേ ചെയ്തിട്ടുള്ളൂ? പെടാൻ പോണ്ടാന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ആ കത്ത് കൊടുത്തതൊരു മര്യാദയല്ലേ? എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ അവസരം ഉണ്ടാക്കി തരാം. ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ഷെയർ മുബാറക്കിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊന്ന് പഠിക്കാനും അതൊന്ന് മനസ്സിലാക്കാനും ഞങ്ങൾ എന്ത് ചെയ്യാം, ഞങ്ങൾ പിന്നെ ഒരു അവസരം ഉണ്ടാക്കി തരാം. മാത്രമല്ല ആ കുടുംബം പറഞ്ഞ മാന്യമായൊരു വർത്താനം എന്താ, വിവാദത്തിന്റെ നിജസ്ഥിതി എന്തായിരുന്നാലും തേനു മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകളുടെ പേരക്കുട്ടി എന്ന നിലക്ക് താങ്കൾ ന്യായമായും കാണിക്കേണ്ട വറഹ് ഈ വിഷയത്തിൽ എന്തുകൊണ്ട് കാണിക്കുന്നില്ലെന്നതാണ് കുടുംബാംഗങ്ങളായ ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത്. ഒരു ചീത്തിപ്പതിലില്ല. പക്ഷെ ഇതിന് കിട്ടിയ മറുപടി എങ്ങനെയാ അറിയങ്ങള്? പണ്ടൊരു ചെറുക്കം പൂളക്കഷ്ണം ഇങ്ങനെ കപ്പന്റെ കഷ്ണം ഇങ്ങനെ തിന്നുന്നുണ്ട്, മലമൂത്ര വിസർജനം നടത്തുന്നുണ്ട്. അപ്പൊ ഏതോ ഒരു ഗുണകാംക്ഷി പറഞ്ഞോട് അത് ഇമ്പോർട്ടിങ്ങും പിന്നെ എക്സ്പോർട്ടിങ്ങും രണ്ടും പാടെ ഒപ്പം നടത്തല്ല, ഏതെങ്കിലും ഒന്നും നിർത്തി. അപ്പൊ ഇക്കുട്ടിന്റെ മറുപടി എന്താ, ഞാൻ ഇതിൽ തോണ്ടിയിട്ടാ തിന്നണത്. അതാ കൂരിയാട് നദിവിന്റെ മറുപടി കിട്ടിയത്. എന്തൊരു സങ്കടം ആലോചിച്ചു. ആ വറക് നിങ്ങൾക്കൊന്ന് സൂക്ഷിച്ചൂടെ എന്ന് പറഞ്ഞപ്പോ മൂപ്പര് വറക് വെറും കൊള്ളിയെടുത്ത് തല്ലണ പോലത്തിലാ മറുപടി തന്നത്. ഇവര് വറക് പറഞ്ഞാൽ ഇയാളെന്താ മനസ്സിലാക്കിയെന്ന് അറിയില്ല. കാരണം ഇയാള് വായിലും ഇറാബൊക്കെ മനസ്സിലാക്കിയ നമ്മൾ പഠിച്ച നേവുന്നൊന്നല്ല. ഇൻഷാ അല്ലാഹ് സന്ദർഭം പോലെ ഞാൻ വരുന്നുണ്ട്. അങ്ങനെ ഇയാൾ നോക്കിങ്ങള് ഒരു മലയാള ഡിക്ഷണറിയിൽ മര്യാദ വിട്ടുകൊണ്ടുള്ള ഒരു പദം കുടുംബം കൊടുത്ത കത്തിലില്ല. കാരണം എന്താ, ഗ്രൂപ്പിന്റെ പേരിലല്ലല്ലോ, 2 ഗ്രൂപ്പുകാർ ഇതിലുണ്ട്. ദാറുൽ ഹുദയിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു രക്ഷിതാവ് എന്ന നിലക്കു തന്നെയാണ് ഇതിൽ മറുഭാഗത്ത് ഒരു ഉസ്താദ് ഒപ്പിട്ടത്. അതൊക്കെ ഗ്രൂപ്പ് നോക്കിയിട്ടല്ലോ, കുടുംബത്തിന്റെ ഒരു മാന്യത സംരക്ഷിക്കാനാ. ഇനിയിപ്പോ കുട്ടിയാളെ വെട്ടണ് പേടിച്ചിട്ടാണെങ്കിലും കൽബിൽ ഇതൊക്കെ ഉണ്ടല്ലോ, അവിടെ നിന്നാ മതി. അപ്പോ നിങ്ങൾ നോക്കി, ഈ കത്തിൽ മര്യാദ വിട്ടിട്ടൊരു പദല്ല. എന്നങ്ങൾ നോക്കി ഇയാളെ ഇതുണ്ട് എഴുതിയപ്പോത്തിന് ഇയാൾ ഇതിൽ എഴുതിയതെന്തങ്ങൾ, നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു സഫീഹിന്റെ തലയിൽ ഉദിച്ചതാണ് ഈ ആശയം. അത് പറഞ്ഞാൽ തന്നെ തേനോലേരല്ലേ ഈ മോശാക്കള്. തേനോലേര തറവാട്ടിലൊരു വിഡ്ഢിണ്ട് എന്ന് പറയാൻ പറ്റുമോ? നദിവി മൂലേരെ വല്യാപ്പാനോടൊരു കൂറു വേണ്ടേ? തേനു മുസ്ലിയാർ ഇത് കബറിൽ കിടന്ന് പൊരുത്തപ്പെടുമോ? പേരക്കുട്ടിയാളെ വിഡ്ഢിന്ന് വിളിക്കണേ. എന്താ ചെയ്യാ? കുരുത്തക്കേട് എന്ന് പറഞ്ഞ ആന മുമ്പിട്ട മാതിരിയല്ല. എത്ര പദപ്രയോഗം അതിലുള്ളത്. സഫീഹ് എന്ന് പറഞ്ഞ പൊട്ടെന്നല്ലേ? നിങ്ങൾ നോക്ക്, അയാൾ എഴുതിയ മറുപടിയാണിത്. ആ മറുപടിയിൽ ഇയാൾ പറഞ്ഞ കുറെ നല്ല മലയാളമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കൂരിയാട് സ്കൂളിലും മദ്രസയിലേക്കാണ് അയാൾ പഠിച്ചത്. ഇവിടെ സ്കൂളിലെ ബുക്കിലൊന്നും മാഷുമാർ അങ്ങനെ പഠിപ്പിച്ചക്കൂലെന്ന്. ഇവിടുത്തെ രാമകൃഷ്ണനും ജോസഫായ മാഷുമാരുണ്ടെങ്കിൽ ഓല് നാണിച്ച് തലം താത്തൂലേ? എന്തോ ഒരു കുട്ടി നമ്മൾ പഠിപ്പിച്ച മലയാളത്തൊന്നും അല്ലാന്ന് മനസ്സിലാക്കൂലേ? ഇനി ഇത് അറബിയാണെങ്കിൽ ദർസിൽ ഓതി പഠിച്ചോല് പറയില്ലേ, ഇങ്ങനത്തെ ഒന്നും മനുഷ്യന്മാരെ വിളിക്കണം എന്ന് ഉസ്താദന്മാര് പഠിപ്പിച്ചക്കൂലല്ലോ. എന്താ കാട്ടുക? എന്തൊരു സങ്കടം. എന്നിട്ട് ഇയാൾ കുറഞ്ഞ കുറെ വാക്കുണ്ട്. സഫീഹ് സഫീഹ് എന്ന് എത്ര വട്ടം ഇയാൾ ആവർത്തിച്ചിരിക്കണ നിങ്ങള്. പിന്നെ ഇയാൾ പറയാ, നിങ്ങൾക്കൊന്നും ഉളുപ്പില്ലല്ലോ. സക്കരിയ പഠിച്ച സ്കൂൾക്ക് ഇയാൾ പോയോന്നറിയില്ല. പിന്നെ റഹ്മത്തുള്ള പണ്ടേ പറഞ്ഞതാ, ഞമ്മക്ക് പിന്നെ ചിലപ്പോ ആ വാക്ക് കടെടുക്കേണ്ടി വരാണ് ബെൽക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾ നോക്ക്, ഏമ്പ്യന്മാര് എന്തോ ഒരു നല്ല നല്ല വാക്ക്. ഇയാൾ മക്കൾക്ക് ഓമന പേരിടൽ ഇതൊക്കെയാണാവോ? അല്ല, തേനോലിയാരെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ പേര് വിളിക്കാൻ പറ്റുമല്ലുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സ്വന്തം മക്കൾക്കും ഈ ഓമന പേരിടാലോ? എന്റെ ഓലിയാരെ നിങ്ങളൊക്കെ ഒരു ഒയലിച്ച ഞാൻ ആലോചിച്ച് നോക്കുന്നത്, കരിക്കട്ടെടുത്തിട്ട് ചോരുമൊന്ന് വരച്ച് നീളൊന്ന് നോക്കി, അവനാന്റെ നീളം, എന്നിട്ട് നോക്കാം മുടിന്റെ നീളം. എന്റെ നീളം വലുപ്പത്തിലുണ്ട്. ഒരു ഉത്തരവാദപ്പെട്ട വൈസ് ചാൻസലർ കൊടുത്ത കത്താതെ അല്ലേ? നാവ് നേർക്ക് നേരെ നിന്ന സമയത്ത് എഴുതിയത് തന്നെയല്ലേ ഈ കത്ത് എന്ന് മാത്രം ആ വിഷയത്തിൽ ഇപ്പൊ ചോദിക്കണം. ബാക്കി ഞാൻ അപ്പൊ വായിക്കണില്ല. ഇനി നോക്കി നിങ്ങൾ, കത്ത് വിശദമായി ഞാൻ പറയുന്നു. ബഹുമാന്യരായ കാന്തപുരം ഉസ്താദിന്റെ കയ്യിൽ ഷെയർ മുബാറക്ക് കിട്ടിയപ്പോ അതിനെതിരെ പണ്ട് കാലത്ത് വിവാദങ്ങൾ ഉണ്ടാക്കി. ആ വിവാദങ്ങൾ ഉണ്ടാക്കി അന്നൊന്നും കുടുംബം പറഞ്ഞതെന്താ? ബഹാവുദ്ദീൻ കൂരിയാടെ നിങ്ങൾ കക്ഷി ചേരാറില്ലല്ലോ എന്നതുപോലെ ഈ വിഷയത്തിലും നിങ്ങൾക്ക് കക്ഷി ചേരാതെ നിന്നൂടെ? കാന്തപുരം ചെയ്തത് പണ്ട് തെറ്റാണെങ്കിൽ ആ തെറ്റ് നിങ്ങളുടെ കൂടെയുള്ളവർ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ എന്താ ഇയാൾക്ക് കൂറ് ചേളാരി സുന്യാളോടും അല്ല, കാന്തപുരം സുന്യാളോടും അല്ല, പിന്നെ ജമായത്താരോടാണ്.
ജമാഅത്തെ ഇസ്ലാമിക്ക് ഏണി വെക്കാൻ പറ്റിയൊരു വിഷയം കിട്ടിയ പൈമ ചാടിപ്പിടിച്ചതാ. എന്നിട്ട് ചേളാരി സമസ്ഥാലയം മുഴുവൻ ഇറാ സെന്റർക്കാണ് കൊണ്ടുപോയി കൊടുക്കണം. ഇത് ഒപ്പുള്ളവര് മനസ്സിലാക്കിക്കോളിന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അങ്ങനെ നിങ്ങൾ നോക്ക്, ആ ഷാറു മുബാറക്ക് ആദ്യം കിട്ടിയപ്പോ ആ മുടിയെക്കുറിച്ച് അമ്പലക്കടവ് പറഞ്ഞ് അതേതായാലും മുടിയല്ലാന്ന, പിന്നെ മുടിയുള്ളത് അഹമ്മദ് ഹസറജിന്റെ കയ്യിലാന്നാ മറുപടി. ഒരു മുടി കോഴിക്കോട് ഏതോ ഒരു മർക്കസിലുണ്ടെന്ന് കേൾക്കുന്നു. അതിനെപ്പറ്റി ഈ സമൂഹത്തിൽ ഈ സമുദായത്തിലുണ്ടാവുന്ന ആശയക്കുഴപ്പങ്ങൾ അകറ്റുവാൻ വേണ്ടി ചോദിക്കുകയാണ്. അതിനെപ്പറ്റി എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരുടെ അഭിപ്രായം പറയാം. ആദരവുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ വിശുദ്ധ മുടി കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന വാർത്തയെക്കുറിച്ച് ഒരു നിജസ്ഥിതി അറിയാനാണ് ഇവിടെ ചോദ്യം ഉന്നയിച്ചത്. അതെന്നെ പൊട്ടത്തരല്ലേ? കാരന്തൂർ മർക്കസിലെ മുടിയെക്കുറിച്ച് അമ്പലക്കടവിനോട് ചോദിച്ചിട്ട് എന്താ ചങ്ങായിമാരെ കാര്യം? അത് എ പി ഉസ്താദിനോട് ചോദിക്കണ്ടേ? നിങ്ങൾ കണ്ണു കുറുമ്പാടിന് ചവിട്ടിലൂതാൻ നടന്നിട്ട് കാര്യമുണ്ടോ? പ്രാഥമികമായി പ്രഥമ ദൃഷ്ട്യാ അങ്ങനെ തിരുനബിയുടെ ഒരു മുടി കാരന്തൂർ മർക്കസിലുണ്ടെന്ന വാർത്ത സ്ഥിരീകരിക്കാൻ പ്രയാസമാണ്. എന്താ നിങ്ങൾക്ക് പ്രയാസം? കിട്ടിയത് എ പി ഉസ്താദിന്റെ കയ്യിലല്ലേ? പെണ്ണൊക്കെ നന്നായി, പെങ്ങളായി പോയില്ലേ? മുടി ഉണ്ടായിരിക്കാം. മാത്രമല്ല ഇപ്പൊ കേൾക്കുന്നത് ഒരു കെട്ട് മുടി ഉണ്ട്, നേരത്തെ ഒരു മുടി എന്നാ പറഞ്ഞത്. എപ്പ കേൾക്കണത്? ബഹാവുദ്ദീൻ മൗലവി, താങ്കൾ മറുപടി പറയണം. കുട്ടികളെ വിട്ടിട്ട് കുരങ്ങ് കളിപ്പിക്കരുത്. തന്റെ എണ്ണമുണ്ടോ നിങ്ങൾക്ക്? ഈ തെരുവിൽ വന്ന് സ്വന്തം നാട്ടുകാരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ കയ്യിൽ ഷെയർ മുബാറക്ക്, കാന്തപുരം ഉസ്താദിന്റെ കയ്യിൽ ഷെയർ മുബാറക്ക്, ആദ്യത്തെ ബറക്കാത്തി ശൈഖുമാരിൽ നിന്ന് കിട്ടിയ ഷെയർ മുബാറക്ക്, ആ ഷെയർ മുബാറക്ക് കിട്ടുമ്പോൾ അവിടെ 2 കഷ്ണം മുടിയേ ഉള്ളൂ. അന്ന് കെട്ടുമുടിയുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? അപ്പറഞ്ഞത് കള്ളമാണെന്ന് നിങ്ങൾ സമ്മതിക്കണം, അല്ലെങ്കിൽ അതിന് നിങ്ങൾ സനദ് ഹാജരാക്കണം. ഞങ്ങൾ ഖബറിൽ നിങ്ങൾ മുൻകറിന് കീറുവല്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കേ, ഈ കെട്ടുമുടിയുടെ സനദെവിടെ? ഈ കെട്ടുമുടിയുടെ സനദെവിടെ? ഏതായിരുന്നാലും വിവിധ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ വാർത്ത സ്ഥിരീകരിക്കാൻ പ്രയാസമാണ്. എന്തുകൊണ്ടെന്നാൽ ആദരണീയരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ മുടി എന്ന് മാത്രമല്ല തങ്ങളുമായി ബന്ധപ്പെട്ട സകലമാന ആധാറുകൾക്കും വസ്തുക്കൾക്കും വല്ലാത്ത തബറുകൊണ്ട് വിശ്വസിക്കുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. മുജാഹിദ് പ്രസ്ഥാനമോ ജമാഅത്തുകാരോ വിശദീകരിക്കുന്നത് പോലെ അതിന് തബറുക്കില്ല, അതിന് പുണ്യമില്ല, പുണ്യം കൽപ്പിക്കൽ ശിർക്കാണ് എന്ന് പറയുന്ന വിശ്വാസം നമുക്കില്ല. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിച്ച് ഹജ്ജിന്റെ ഭാഗമായി തങ്ങളുടെ മുടി വടിച്ചപ്പോൾ ആ മുടി ശേഖരിക്കാൻ വേണ്ടി കലക്ട് ചെയ്യാൻ വേണ്ടി സ്വഹാബത്ത് തർക്കം തിരക്ക് കൂടിയപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, എന്റെ മുടിക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നത് അത് ഖുറാഫാത്താണ്, അത് ശിർക്കാണ്, അത് അനാചാരമാണ് എന്നല്ല, മറിച്ച് നിങ്ങൾ തിരക്കല്ലേ, അബൂ തൽഹ നീ ഇവിടെ വാ, ആളുകൾക്ക് ഓരോ മുടി 2 മുടി വീതിച്ചു കൊടുത്ത് ജനങ്ങൾ തിരക്കാൻ അവസരം സൃഷ്ടിക്കണ്ട എന്ന് പറഞ്ഞ് തബറുക്കിന് മുടി ശേഖരിക്കാനുള്ള ആ പ്രവണതയെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇയാള് പറഞ്ഞ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. മുജാഹിദ് പറയുന്നത് പോലെ ബർക്കത്തില്ല എന്നല്ല ഞങ്ങൾ പറയുന്നതാണ്. പക്ഷേ മുജാഹിദും ഇപ്പൊ പറയുന്നത് ബർക്കത്തുണ്ട് തന്നെയാ, സാധനം കിട്ടാല്ല ഞങ്ങൾ രണ്ടൂട്ടരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മുടികൾ പാരമ്പര്യമായി സൂക്ഷിച്ചു വരുന്നുണ്ട് എന്നൊരു വസ്തുതയാണ്. നീണ്ട 14 നൂറ്റാണ്ടുകാലം പിന്നിട്ടപ്പോൾ പലപ്പോഴും പലയിടത്തും നഷ്ടപ്പെട്ടു. എന്നാലും നഷ്ടപ്പെടാതെ കൃത്യമായി പരമ്പരകൾ സ്വഹീഹായ നിലയിൽ ലോകത്തെ പ്രശസ്തമായ പല കേന്ദ്രങ്ങളിലും ആ വിശുദ്ധ മുടികൾ സൂക്ഷിച്ചു വരുന്നുണ്ട് എന്നത് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ തന്നെ തമിഴ്നാട്ടിൽ വെല്ലൂരിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ വിശുദ്ധമായ ഒരു മുടി സൂക്ഷിച്ചിരിപ്പുണ്ട് എന്നത് ലോകത്തറിയപ്പെട്ട വാർത്തയാണ്.
വളരെ ഭദ്രമായി ശക്തമായ ബന്ദവസ്തോടുകൂടി സൂക്ഷിക്കപ്പെട്ട ആ മുടി വർഷത്തിൽ ഒരു തവണ റബീഉൽ അവ്വൽ 12 ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ ദിവസം മാത്രം പോലീസ് ബന്ദവസ്തോടുകൂടി പുറത്തെടുത്ത് പുറത്തുള്ളൊരു വലിയ ചെമ്പിൽ ആ മുടിയൊന്ന് മുക്കി അതങ്ങനെ തന്നെ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്ന ഈ മുടിയിട്ട വെള്ളം ജനങ്ങൾ ബറക്കത്തിന് കൊണ്ടുപോകുന്ന സംവിധാനം അറിയപ്പെട്ടതാണ്. കേരളത്തിൽ നിന്ന് പോലും ആ വെള്ളം സ്വീകരിക്കാൻ വേണ്ടി ആളുകൾ റബീഉൽ അവ്വൽ 12 വെല്ലൂരിൽ പോകാറുണ്ട്. അതെ, ശംസുൽ ഉലമയുടെ കാലത്തും കണ്ണിയത്ത് ഉസ്താദിന്റെ കാലത്തും കേരളത്തിൽ നിന്ന് മലയാളികൾ വെല്ലൂരിലേക്ക് വെള്ളം മുടിമുക്കിയത് കുടിക്കാൻ പോകാറുണ്ട്. ശരിയാ. പക്ഷേ വാളയാർ ചെക്ക് പോസ്റ്റിൽ ഇന്ന് വരെ കണ്ണിയത്ത് ഉസ്താദ് സനദോതി പഠിപ്പിച്ച ചരിത്രമില്ല. ശംസുൽ ഉലമ ഇന്ന് വരെ വാളയാർ ചെക്ക് പോസ്റ്റിൽ സനദ് വിശദീകരിക്കുന്ന പരിപാടി വെച്ചിട്ടില്ല. അങ്ങനെ സനദ് ചോദ്യം ചെയ്യാതെ, സനദ് കണ്ണുകൊണ്ട് കാണാതെ വെള്ളം കുടിച്ചുകൂടാ എന്ന വാദം ചേളാരി സുന്നികൾ പടച്ചുണ്ടാക്കിയ നിർമ്മിതമായ ഉസൂല. ഇസ്ലാമുമായി അതിന് ബന്ധമില്ല. ഇന്ത്യയിലെ കശ്മീർ ഹസ്രത്ത് ബാൽ മസ്ജിദ് റസൂലുള്ളാഹിന്റെ തിരുമുടി സൂക്ഷിച്ച ആ വിശുദ്ധമായ പള്ളി അറിയപ്പെട്ടതാണ്, അനിശ്ചിതമായ പരമാർത്ഥമാണ്. സുഡാനിൽ ഈ മുടി ആധികാരികമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് രേഖകളിൽ കാണുന്നു. അതുപോലെ അബുദാബിയിൽ അപ്പൊ നോക്കിങ്ങള് എവിടൊക്കെ മുടിയുണ്ട്? കാശ്മീരിലുണ്ട്, പിന്നെ കാശ്മീരിലുണ്ട്, വെല്ലൂരിലുണ്ട്, സുഡാനിലുണ്ട്, കൂക്കിയാ കേക്കാത്തോടത്ത് മുഴുവുണ്ട്. അങ്ങനെ നോക്കിങ്ങള് ഇവിടെയൊക്കെ ഉണ്ട്. എന്നാ ഇപ്പൊ എവിടേക്കാ ഉള്ളത് ചോദിച്ചപ്പോ പറയില്ലട്ടോ. കാരണം എന്താ, പറഞ്ഞുകാണ്ട് പിന്നെ പോടും അതെങ്ങാനും മർക്കസിലെത്തിയാലോ എന്നുള്ള ബേജാറാ. എന്തുകൊണ്ട്? ഇനി അയാൾ പറയാൻ പോണത് UAE-യിലെ അബുദാബിയിലെ ഷെയ്ഖ് ഖസ്റജിയുടെ കയ്യിൽ മുടിണ്ട് എന്നാ പറയാൻ പോണത്. എങ്ങനുണ്ട്? സിൽസിലുണ്ട്, പരമ്പരണ്ട്, സനദുണ്ട് എന്നാ പറയാൻ പോണത്. ആദ്യമായി കേരളീയ മുസ്ലിങ്ങളോട് അഹമ്മദ് ഖസ്റജിയുടെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയുണ്ടെന്ന് പറഞ്ഞത് കാന്തപുരം ഉസ്താദല്ല, സാക്ഷാൽ അമ്പലക്കടവാണ്. ഷെയ്ഖ് ഖസ്റജി ഉണ്ട്, അബുദാബിയുടെ മുൻ മതകാര്യ വകുപ്പ് മന്ത്രി, യുഎയുടെ മന്ത്രി. അദ്ദേഹം ഖസ്റജി കുടുംബമാണ്, അൻസാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അവരുടെ ഫാമിലി ഭദ്രമായ ഒരു മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് എല്ലാ റബീഉൽ അവ്വൽ 12-നും റമദാൻ 27-ാം രാവിന്റെ അന്നും പ്രത്യേകം പുറത്തെടുക്കാറുണ്ട് എന്ന് അവിടെയുള്ള രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. അവിടെയുള്ള രേഖകൾ ചൂണ്ടിക്കാട്ടുകയാണ്, അവിടുത്തെ മത്തിക്കച്ചവടക്കാരൻ പറഞ്ഞതല്ല. പിന്നെ പെട്ടപ്പം മൗലവി പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് അവിടുന്ന് മത്തിക്കച്ചവടക്കാരൻ പറഞ്ഞതാണ്. അതിലൊരു രസമുണ്ട്. UAE-യിലെ ഒരു മത്സ്യ കച്ചവടക്കാരൻ അല്ലെങ്കിൽ അവിടെ ഒരു പണിയെടുക്കുന്ന പ്രവാസി, ആ പ്രവാസി പറഞ്ഞു അഹമ്മദ് ഖസ്റജിയുടെ കയ്യിൽ മുടിയുണ്ട്. അപ്പ അമീദ് ഫൈസി അത് വിശ്വസിച്ചു. എന്നാൽ ആ മുടിയുടെ സൂക്ഷിപ്പുകാരനായ അഹമ്മദ് ഖസ്റജി ഓടലോടെ വന്നിട്ട് മർക്കസിൽ വന്നിട്ട് പറഞ്ഞു അവിടെ എന്റെയൊക്കെ മുടിയുണ്ട്, ഞാനത് ഇവിടെ കൊടുക്കുകയാണ്. ഓടമക്കാരൻ പറഞ്ഞപ്പോ മൗലവിക്ക് വിശ്വാസമായില്ല. അവിടെയുള്ള ഏതോ ഒരു പോയത്തക്കാരൻ പറഞ്ഞപ്പോ അമ്പലക്കടവിന് വിശ്വാസമായി. ഇതെന്തിന്റെ കുഴപ്പാ? ഇങ്ങനെ വേൾഡിൽ അറിയപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ പാവനമായി വേൾഡിൽ അറിയപ്പെട്ടതാണ്. ഇനി സനത് ചോദിക്കണോനോ ഊട്ടിക്ക് വണ്ടി കയറ്റണം. വളരെ ആധികാരികമായി പ്രബലമായ കുടുംബങ്ങളോ ഔദ്യോഗിക തലത്തിൽ ഗവൺമെന്റ് സംവിധാനത്തോടെയോ അത് സൂക്ഷിച്ചു വരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ നിഷേധിക്കുന്നില്ല. അതിൽ വല്ലാത്ത പുണ്യവുമുണ്ട്. അതിന് പുണ്യമുണ്ട്, അത് നിഷേധിക്കണില്ല. AP ഉസ്താദിന്റെ കയ്യിൽ കിട്ടോളം. പക്ഷെ ആ മുടി ഇത്രമാത്രം 14 നൂറ്റാണ്ടുകാലം പാരമ്പര്യമായി കൃത്യമായ നിവേദക പരമ്പര സഹിതം ആ സിൽസില വഴി, ആ കണ്ണികൾ വഴി പാവനമായി ഇവിടെ എത്തിച്ചേർന്നു സ്ഥിരപ്പെട്ട ആ മുടികൾ ഒരു കേന്ദ്രവും മറ്റൊരു വിഭാഗത്തിന് വിട്ടുകൊടുക്കാൻ സാധ്യത വളരെ കുറവാണ്. വേറൊരു വിഡ്ഢിത്തം, വിട്ടുകൊടുക്കൂലെങ്കിൽ എങ്ങനെയാ ചങ്ങായി ഇത് കാശ്മീരിലെത്തിയത്? എങ്ങനെയാ അത് ഡൽഹിയിലെത്തിയത്? മദീനത്തെ തങ്ങൾ പാപ്പാന്റെ മുടിയുള്ളത് മദീനത്തല്ലേ? അത് ഡൽഹിയിലെത്തി എന്ന് പറഞ്ഞാൽ മദീന എത്തി എന്നാണോ പറഞ്ഞത്? അതോ ഷെയർ മുബാറക്കുള്ള ഒരാൾ അത് ഇങ്ങോട്ട് കൊടുത്തു എന്നാ അതിന്റെ വായന? എത്ര കാശ് കൊടുത്താലും ശരി. പിന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയുടെ കയ്യിൽ ധാരാളം പണമുണ്ട്, അയാൾക്ക് എവിടുന്ന് വാങ്ങിക്കൊണ്ടുവരാനുള്ള സാധ്യത സങ്കല്പിച്ചാൽ കാന്തപുരത്തിന് പണം കൊടുത്ത അറബികളാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരുടെ കൂട്ടത്തിൽ. ദുബൈയിലെ അബുദാബിയിലെ സമ്പന്നരായ മുസ്ലിം അറബികളുടെ പേരുകളുണ്ട്. അങ്ങനെ പണം കൊടുത്താൽ ഈ മുടി സംഘടിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ കാന്തപുരത്തിന് അറബികൾ കൊടുത്ത പണത്തിനൊരു ഭാഗമാണുള്ളത്. സത്യത്തിൽ അവർക്ക് പണം കൊടുത്ത കോടീശ്വരന്മാരായ ഈ അറബ് പ്രമുഖന്മാർ ഈ മുടി വിലക്കെടുക്കൂലേ? കിട്ടാല്ല. ഐ ഞമ്മക്ക് എന്ന് പറഞ്ഞോളി. ഞങ്ങൾക്ക് കിട്ടാണ്ട് മൗലവി, അത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, പണ്ടൊരാള് ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറോട് പറഞ്ഞു, സാറേ
നമ്മളെ വായ ഈ കോഴിക്കാട്ടം വാസനിക്കുന്നത് പോലെ വായ വാസനിക്കാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു നമ്മളെ വായ എന്ന് പറയണ്ട, അന്റെ വായ എന്ന് പറഞ്ഞോളാണ്. എന്ന മാതിരി കിട്ടാല്ല എന്ന് പറഞ്ഞാൽ ഞമ്മക്ക് എന്ന് പറഞ്ഞാല് കാന്തപുരം ഉസ്താദിന് കിട്ടാനുണ്ട്. മാത്രല്ല ഇനിയും കിട്ടാണ്ട്. കാരണം നമ്മളെ ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി സ്വഭാവ റിഫായി ഇക്കുറി അടുത്ത മർക്കസില് നമ്മളെ കേരളത്തിൽ വന്നപ്പോ ഇതിന്റെ കുലുമാല കേൾക്കണത്. അപ്പൊ സ്വഭാവ റിഫായി പോയപ്പോ എന്താ പറഞ്ഞത് നിങ്ങള്? സ്വഭാവ റിഫായി പറഞ്ഞത് അങ്ങനെ ഉണ്ടോ, എന്നാ അടുത്ത വരുത്തിന് ഞാനും കുറച്ചായിട്ട് വരാന്നാ. നിങ്ങൾക്കൊക്കെ വേഗം കേരളത്തിൽ നിന്ന് വണ്ടി കയറുക നല്ലത്. അത്രേ ഞങ്ങൾക്ക് പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ കുയിന്തേറ്റ് ജീവിക്കാൻ കഴിയൂല മക്കളെ, സത്യാണ് പറഞ്ഞുതരാ. ഉള്ളതുള്ളതുപോലെ പറയണം. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതിൽ വേറെ ഒന്നുമില്ല. ഒന്നിരിക്ക നാവടക്കി അവനാൻ വഷളാകാതെക്കല്ല മാർഗം നോക്കിക്കോളി. ഇത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പോ ഈ ഒരു അവസ്ഥയിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ നോക്ക്, ഇതുണ്ട് എന്ന് പറഞ്ഞതാരാ? ഈ അമ്പലക്കടവ. പിന്നെ എന്തേപ്പാ മുടിക്ക് വന്ന സംഭവം? അതെന്താ? രേഖണ്ട് എന്ന് പറഞ്ഞ ആ മുടി മർക്കസിലെത്തിയപ്പോഴേക്ക് എന്തു ചെയ്തു? അമ്പലക്കടവ് ആ രേഖ പൂഴ്ത്തി. എസ്കക്കാരെ നിങ്ങളെ സംശയമൊക്കെ തീരാന് അമ്പലക്കടവിന്റെ കയ്യിലുള്ള രേഖ പരിശോധിച്ചാൽ മതി. ആ രേഖ അയാള് പൂഴ്ത്തിയതാണ്. കോളറിന് പിടിച്ചിട്ട് ചോദിക്കുക, എവിടെ മൂലേരെ ആ രേഖ പുറത്തെടുത്തോളി, ഞങ്ങളെ സംശയം തീരട്ടെ. ഞങ്ങളെടുത്ത് വന്നിട്ട് കാര്യമല്ല. അത് അമ്പലക്കടവ പറഞ്ഞത്. അയാളോട് ആ രേഖ എവിടെയെന്ന് ചോദിക്ക്. അല്ലെങ്കിൽ അയാൾ പറഞ്ഞത് കള്ളമാണ് എന്ന് മലയാളികളുടെ മുമ്പിൽ പറയിപ്പിക്കേ. രണ്ടാലൊരു മര്യാദ നിങ്ങൾക്കില്ലേ? എന്താ ഞങ്ങൾ കബറിൽ നിങ്ങൾ മുൻകറിനെ കീറുക? മര്യാദക്ക് മറുപടി പറയും. കൊഞ്ഞനം കാട്ടിയിട്ട് കാര്യമല്ല. ഇനിയോ ആദ്യം വന്ന മുടിനെ ബാത്തിലാക്കാനാ ഈ പോയത്തൊക്കെ ഇയാൾ പറയണത്. പിന്നെ ഇയാൾ എന്താ പറയണത് നിങ്ങള്? പിന്നെ ഇയാൾ പറഞ്ഞത് സനത് വേണമെന്നാണ്. അപ്പൊ എ പി ഉസ്താദ് പറഞ്ഞു സനത് എന്ന് പറഞ്ഞാൽ മൊബൈൽ കൂടി ഒന്നും കൊടുക്കൂല, നിങ്ങൾ മർക്കസിൽ വരണം. അല്ലെങ്കിൽ എ പി ഉസ്താദിന്റെ ശിഷ്യന്മാർക്ക് ക്ലാസ് എടുക്കണം, മജ്ലിസിലൊക്കെ ഞങ്ങളത് പറഞ്ഞു കൊടുക്കണ്ടെന്നാ പറഞ്ഞു കൊടുക്കും, അവിടെ വരണം. അപ്പോ ഈ മൂല്യന്മാർക്ക് അതിന് കിബിർ സമ്മതിക്കണില്ല. അവസാനം ഇയാള് പറഞ്ഞു എന്നാ തന്ന ആളാരാന്ന് പറഞ്ഞെന്നാ മതി. ആ ചോദ്യം ഒന്ന് കേട്ടോളി. ഇനി നമുക്ക് നബിതങ്ങളിലേക്ക് മുട്ടുന്ന പരമ്പര വേണ്ട. സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് ആ മുടി ആരാണ് കൈമാറിയത്? ഇപ്പൊ നടന്ന സംഭവമാണല്ലോ. അയാളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ജസ്റ്റ് തന്നാ മതി. എന്നിട്ട് എന്താ കാര്യം? ജസ്റ്റ് തന്നാ മതി. കുറുക്കൻ ആമനെ കിട്ടിയ മാതിരി എന്നല്ലാതെ. നിങ്ങൾ ആലോചിച്ചു, AP ഉസ്താദ് എന്തു പറഞ്ഞു കൊടുത്തു? എനിക്ക് ഇക്ബാൽ ദോരാജി എന്ന് പറയുന്ന ആളാണ് അത് തന്നത് എന്ന് ആളെ പറഞ്ഞു കൊടുത്തു. അൽഹംദുലില്ലാഹ്, മർക്കസ് സഖാഫത്ത് സുന്നിയ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നബിതങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി ഇവിടെ എത്തി. മദീനയിൽ നിന്നും ബറക്കാത്തി സാദാത്തുക്കൾ പരമ്പരയായി നമുക്ക് ഇന്ത്യയിൽ എത്തിയിട്ടുള്ളതും ഇന്ത്യയിൽ നിന്ന് അവരുടെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ജനാബ് ഇക്ബാൽ ദോരാജി അവരുടെ കയ്യിൽ നിന്ന് സാക്ഷികൾ സഹിതം ഒപ്പിട്ട കരാറ് പത്രത്തോടുകൂടി എനിക്ക് ലഭിക്കുകയും ചെയ്തത് മർക്കസിൽ ഇവിടെ ഉണ്ട്. അപ്പോ അതാളെ പറഞ്ഞെടുത്തു, അതോടുകൂടെ വിഷയം തീരേണ്ടതാ. പക്ഷേ എന്നാലും ഇവനിങ്ങനെ പിച്ചിയും പേയും പറഞ്ഞ് നടക്കാണ്. നിങ്ങൾ നോക്ക് സഹോദരന്മാരെ, ബഹാവുദ്ദീൻ മൗലവി കുടുംബത്തിനെഴുതിയ കത്തിരിയാള് പറയുന്നത് ആദ്യ മുടി വന്നിട്ട് 5-6 വർഷമായി. അവിടെ തന്നെ മൂപ്പർക്ക് വലിയ കൃത്യം പോരാ. ഈ 5-6 എന്നത് എന്താ മൂല്യം? നിങ്ങളൊക്കെ കൃത്യത്തിന്റെ ആൾക്കാരല്ലേ, കൃത്യത്തിന്റെ ആൾക്കാരല്ലേ? നിങ്ങൾ പറയും എത്ര കൊല്ലായി? നിങ്ങളത് പഠിക്കുന്ന ആൾക്കാരല്ലേ, വിലയിരുത്തുന്ന ആൾക്കാരല്ലേ? കൊട്ടക്കണക്കാ പറയേണ്ടി നിങ്ങൾ. ഈ കൊട്ടക്കണക്കിന് സനത് തീരെ ഉണ്ടാവൂലല്ലോ. 5-6 വർഷമായി. എന്തേ? ഇതുവരെ അതിന് സനതുണ്ടായിരുന്നില്ല. 5-6 വർഷമായി അതിനിതുവരെ സനതുണ്ടായിരുന്നില്ല. ഓ നദിവി, കൂരിയാട് നദിവി മൗലവി, തന്റെ ഇടമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരൂ, എന്താ നിങ്ങൾക്കതിന് തെളിവ്? ഞങ്ങളെ കയ്യിൽ കാന്തപുരം ഉസ്താദിന്റെ കയ്യിൽ 6 കൊല്ലം അല്ലെങ്കിൽ 7 കൊല്ലം അതിന് സനതുണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾ ഇവിടെ സ്ഥിരപ്പെടുത്തണേ. നിങ്ങൾ സ്ഥിരപ്പെടുത്തുന്ന മുദ്ദയിയായതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും അതിന് തെളിവ് പറയണം. പറയാൻ കഴിയോ നിങ്ങൾക്ക്? പച്ചയായ കള്ളത്തരമല്ലേ?
കുടുംബത്തിന്റെ ഗുണകാംശ ശരിയല്ലേ? നിങ്ങൾ കൂടുതൽ കൂടുതൽ വഷളാവുകയല്ലേ? നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടോ? ആണത്തമുണ്ടോ? തേന മുസ്ലിയാരുടെ തറവാടിന്റെ മാഹാത്മ്യം പറയാൻ നിങ്ങൾക്ക് അർഹതയുണ്ടാകണമെങ്കിൽ 5-6 വർഷമായി കാന്തപുരം ഉസ്താദിന്റെ കയ്യിലുള്ള ഷെയർ മുബാറക്കിന് സനദില്ല എന്ന് നിങ്ങൾ കാണാത്തതിന്റെ പേരിൽ പറയാൻ പാടുണ്ടോ? മൗലവി, എവിടുന്നാ നിങ്ങൾ മതം പഠിച്ചത്? എവിടുന്നാ നിങ്ങൾ ദീന് പഠിച്ചത്? നിങ്ങൾ കൊടുത്ത മറുപടിയാണിത് അല്ലേ? ഇതേ നിങ്ങളെ മക്കളുണ്ടെങ്കിൽ ഏതെങ്കിലും മകനത് കാണിച്ചു കൊടുത്തു നോക്കി, ബാപ്പ എഴുതിയത് പൊട്ടത്തരാന്ന് കുട്ടി പറഞ്ഞു. അത്രേ ഞങ്ങൾക്ക് അതിൽ പറയാനുള്ളൂ. ആദ്യ മുടി വന്നിട്ട് 5-6 വർഷമായി, ഇതുവരെ അതിന് സനതുണ്ടായിരുന്നില്ല. ഇപ്പോൾ 1 മാസം മുമ്പ് ഗതികെട്ട് ഒരു കൃത്രിമ സനത് വായിച്ചു. അത് മറ്റൊരു പച്ചക്കള്ളമല്ലേ മൗലവി? കാന്തപുരം ഉസ്താദ് വായിച്ചത് കൃത്രിമ സനതാണെന്ന് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? തെളിയിക്കാൻ നിങ്ങൾ കൊണ്ട് കഴിയോ? തൊള്ളയിൽ വരുന്നത് പറയാൻ പാടുണ്ടോ മൗലവി? പ്രത്യേകിച്ച് നിങ്ങളൊരു പരിശുദ്ധ തറവാട്ടിലെ പൗത്രനല്ലേ? കുടുംബത്തിന്റെ ഗുണകാംശ ശരിയല്ലേ? എന്തിന് നിങ്ങൾ ഇങ്ങനെ മാനം കെടാൻ പോകുന്നു? നിങ്ങൾ പറഞ്ഞ ശുദ്ധകളവാണ് വീണ്ടും ആവർത്തിക്കുന്നത്. എന്താ പറഞ്ഞത്? പിന്നീട് ഗതികെട്ടപ്പോൾ എന്താ ചങ്ങായിമാരെ കാന്തപുരം ഉസ്താദിന് ഗതികേട്? എന്താ നിങ്ങൾ ഈ പറഞ്ഞ ഗതികേട്? ഞങ്ങൾക്ക് മനസ്സിലാവണില്ല, ഉറക്കം വരുന്നില്ല. നിങ്ങള് വെറുതെ എസ്കക്കാരെ കുറെ ചോറും കുറെ വണ്ടിക്കൂലിയും ചെലവാകാന്നല്ലാതെ എന്ത് സംഭവിച്ചു സുന്നി വിഭാഗത്തിന്? സുന്നി സമൂഹത്തിൽ എന്ത് സംഭവിച്ചു നിങ്ങളുടെ ഈ പ്രചാരണങ്ങളെ കൊണ്ട്? എന്നിട്ട് നിങ്ങൾ നോക്ക്, ഇതുവരെ പറഞ്ഞിരുന്നത് ആളെ കൂട്ടി പറയേണ്ടതല്ല സനത് എന്നായിരുന്നുവല്ലോ. അതെ, ആളെ കൂട്ടി പറയേണ്ടതല്ല. ആള് എന്ന് പറഞ്ഞാൽ അവാമ്, സാധാരണക്കാരെ ഇടയിൽ പറയേണ്ട ഒന്നല്ല സനത്. കാരണം എന്താ? ഇവിടത്തെ ജോസഫ് സാർ ചോദിക്കും, എന്താ മൂല്യരെ ഈ സനത്? അയാളോട് എന്തത്ത് സനത? ഫോണിൽ ഇങ്ങനെ കുട്ടികൾ വിളിച്ചിട്ട് ചോദിക്കും, അല്ല മൂല്യരെ എവിടെ സനത്? അപ്പൊ നമ്മൾ ചോദിക്കും, എന്താ മനേജി സനത് എന്നാ മനസ്സിലാക്കിയത്? എന്താ അതാണ് പറടാനിട്ട് പിന്നെ റേഞ്ച് മാറ്റല. കാരണം ഇറ്റക്ക് ഇത് തിരിയില്ല. അതൊക്കെ ഇസ്ലാമിലെ ചില സാങ്കേതിക പ്രയോഗങ്ങളും പഠന ഭാഗങ്ങളുമല്ലേ. അതുകൊണ്ട് കാന്തപുരം ഉസ്താദ് പറഞ്ഞു, അത് സാധാരണ ആളുകളോട് പറയേണ്ടതല്ല. പിന്നെ ആരോട് പറയേണ്ടതാ? പണ്ഡിതന്മാരോട് പറയേണ്ടതാ. അവിടെ തന്നെ കാന്തപുരം ഉസ്താദ് അത് പറഞ്ഞിട്ടുള്ളൂ. തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്, പണ്ഡിതന്മാരോട് പറഞ്ഞിട്ടുണ്ട്. മൊബൈലിൽ അത് ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. കള്ളം പറഞ്ഞതാ നദവി, കള്ളം പറഞ്ഞതാ നിങ്ങള്. കദ്ദാബിന്റെ റോളിലാ നിങ്ങള്. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. സ്വയം കുഴി തോണ്ടരുത് എന്ന് കുടുംബത്തിന് വേണ്ടി ഗുണകാംശയുടെ പേരിൽ ഓർമ്മപ്പെടുത്തുക. നിങ്ങൾക്കറിയോ, അതിന് ഒപ്പിയാ തിന്നണെന്ന് പറയാൻ നിൽക്കണ്ട, മാനം കൊടും. നിങ്ങൾ നോക്കി, ഇയാൾ കള്ളമല്ലേ പറയുന്നത്? കൃത്രിമ സനത് വായിച്ചു. ഇതുവരെ പറഞ്ഞിരുന്നത് ആളെ കൂട്ടി പറയേണ്ടതല്ല സനത് എന്നായിരുന്നുവല്ലോ. അതെ, അവിടെ തന്നെയാ ഇപ്പോഴും ഞങ്ങൾ നിൽക്കുന്നത്. അവാമുന്നാസിനെ കൂട്ടി ഞങ്ങൾ ഇത് പറയുകയില്ല. പിന്നെയോ, ആ മുടി വേരുപിടിക്കാതായപ്പോഴാണ് കൊട്ടിഘോഷിച്ചും 40 കോടിയുടെ പള്ളിയും നോളേജ് സിറ്റിയും പ്രഖ്യാപിച്ചും പുതിയ ഗൾഫ് മുടി ഇറക്കുമതി ചെയ്യുന്നത്. അല്ലേ മൂല്യരെ? നിങ്ങളൊരു മൂല്യരല്ലേ? നിങ്ങളൊരു പണ്ഡിതനല്ലേ? ഒത്താനല്ലല്ലോ. നിങ്ങൾ എന്തടിസ്ഥാനത്തിലായി സംസാരിക്കുന്നത്? നിങ്ങളൊരു വൈസ് ചാൻസലറല്ലേ? നിങ്ങൾക്കൊരു തന്റെ ഇടം വേണ്ടേ? എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങൾ ഇതിന് തെളിവാജരാക്കുമോ? ഞാൻ ചോദിക്കട്ടെ, ഈ ഒന്നാമത്തെ മുടി ക്ലച്ച് പിടിക്കാതെ വന്നപ്പോഴാണ്, വേര് പിടിക്കാതെ വന്നപ്പോഴാണ് രണ്ടാമത് ഗൾഫ് മുടി ഇറക്കുമതി ചെയ്തത് എന്ന ആരോപണം എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞത്? എന്താണ് അതിന്റെ സനത്? എന്താണ് അതിന്റെ തെളിവ്? പറയൂ കുമൗലവി, പറയൂ നദവി. അതിന്റെ ബാധ്യത നിങ്ങൾക്കുണ്ട്. ഇനിയോ സർവവ്യാപകമായ പണപ്പിരിവും നടക്കുന്നു. നിങ്ങളൊക്കെ ഈ തട്ടിപ്പിൽ കുടുങ്ങിയെന്നു മാത്രമല്ല, എംപിയാന്മാരുടെ മുന്നിൽ സ്റ്റേജിലിരുന്ന് അഭിമാനിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് അഭിമാനം തന്നെയാണ്. നിങ്ങൾ നോക്ക്, നിങ്ങൾ ആവർത്തിച്ചില്ലേ ഇവിടെ പണപ്പിരിവ് എന്ന്, തട്ടിപ്പ് എന്ന് നിങ്ങൾ ആരോപിച്ചില്ലേ? പണ്ടും നിങ്ങൾ കുറെ ആരോപണം ഉന്നയിച്ചിട്ടില്ലേ? അത് തെളിയിക്കാൻ കൂരിയാട് നബി താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ബഹുമാന്യനായ കായക്കൊടി ഇബ്രാഹിം മുസ്ലിയാരെ പറ്റി
ചെമ്മാട് ദാറുൽ ഹുദയുടെ സമ്മേളനത്തിൽ വെച്ച് കാന്തപുരം ഉസ്താദിന്റെ ഷെയർ മുബാറക്ക് പിരിവ് ഉസ്താദിൽ നിന്ന് കമ്മീഷൻ വാങ്ങി നിങ്ങൾ പണം പിരിപ്പിക്കുന്നു, കമ്മീഷൻ കൊടുക്കുന്നു, ഇബ്രാഹിം മുസ്ലിയാര് കമ്മീഷൻ വാങ്ങുന്നു എന്ന് നിങ്ങൾ ആരോപിക്കുകയും അതിന് സനതുണ്ട് എന്ന് നിങ്ങൾ പറയുകയും ചെയ്തപ്പോൾ അതിനെ ഗണ്ണിച്ചുകൊണ്ട് കായക്കൊടി ഇബ്രാഹിം മൗലിയാർ അഭിമുഖം അടക്കം ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് നിങ്ങളെ വെല്ലുവിളിച്ചത് ഇന്നും അന്തരീക്ഷത്തിലില്ലേ എന്നതിൽ ആ ആരോപണങ്ങളുടെ സത്യാവസ്ഥയും അന്ന് നിങ്ങൾ സനതുണ്ട് എന്ന് പറഞ്ഞ സനതും എന്തേ നിങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ ഹാജരാക്കാത്തത്? ആണത്വമുണ്ടോ നിങ്ങൾക്ക്? തന്റേടമുണ്ടോ നിങ്ങൾക്ക്? ആർജവത്വമുണ്ടോ നിങ്ങൾക്ക്? പ്രബുദ്ധ മലയാളികളുടെ മുമ്പിൽ ഇനി നട്ടല്ലോടെ എഴുന്നേറ്റ് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ഏത് മുസ്ലിയാർക്കാണ് കമ്മീഷന്റെ അടിസ്ഥാനത്തില് ഷെയർ മുബാറക്കിന്റെ പണപ്പിരിവ് നടത്താൻ കാന്തപുരം ഉസ്താദ് പിരിവ് നടത്താൻ അനുമതി കൊടുത്തത് എന്ന് ഈ സമൂഹത്തിന്റെ മുമ്പിൽ പറയേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ടോ? ബാധ്യത നിങ്ങൾക്കുണ്ട്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഉസ്താദിന്റെ മാതാവ് അടുത്ത ദിവസം മരണപ്പെടുകയുണ്ടായി. അള്ളാഹുവേ ആ മഹദിയുടെ ആഖിറം നീ സന്തോഷമാക്കണേ റഹ്മാനെ. ബഹുമാന്യനായ പേരോട് ഉസ്താദ് അന്ന് കൂരിയാടിന്റെ ഈ ജൽപ്പനങ്ങളെ ആ പേരോട് ഉസ്താദ് ഗണ്ണിക്കുന്നു. പക്ഷേ ഇന്ന് വരെ അതിനു മറുപടി പറഞ്ഞിട്ടില്ല. അതിനു മറുപടി പറയാതെ വീണ്ടും നിങ്ങളുടെ കത്തിൽ നിങ്ങൾ പണപ്പിരിവെന്ന് തട്ടിവിടുകയാണ്, തട്ടിപ്പെന്ന് പ്രചരിപ്പിക്കുകയാണ്. ഈ സമുദായത്തോട് മാപ്പ് ചോദിക്കണം നിങ്ങൾ തന്റെ ഇടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ സനരാജരാക്കണം. നിങ്ങൾ മഹാന്മാരായ സയ്യിദന്മാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ദാറുൽ ഹുദയുടെ സ്റ്റേജിൽ വെച്ച് ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നാടകം കളിച്ചിട്ടുണ്ട് മുസ്ലിയാമാരെ. അതിന്റെ പുറമെ നിങ്ങൾ പച്ചക്കള്ളം പറഞ്ഞിട്ടുണ്ട്. കാരണം തങ്ങളും കൊടുത്തിരിക്കുന്ന 1000 റുപ്യ പള്ളിക്ക്. ഇപ്പൊ തങ്ങളെ മുമ്പിൽ നിന്ന് പറയാ 40% കമ്മീഷനാ. ആര് പറഞ്ഞൂടല്ലോ. ഇതിന്മേൽ ഒരു സംഖ്യയുമില്ല. ഇയാളുടെ ആരോഗ്യമനുസരിച്ച് അതേത് കിതാബിലുള്ളത്? സമസ്യയായി കിതാബ് പറഞ്ഞു. ഏത് കിതാബിലുള്ളത്? ഇയാൾ ഓടിച്ചറ വിദേശത്ത് പോകുന്നവർക്ക് അറിഞ്ഞൂടെ അവിടെ പണം പിരിക്കണമെങ്കിൽ അതിനെന്തെല്ലാം പറ്റും എന്നൊക്കെ പറ്റൂല. വാങ്ങാവുന്നതാണ്. കായക്കൊടിക്കാരനൊരു മുസ്ലിം പറയട്ടെ, പച്ചക്കള്ളമാ മുസ്ലിയാരെ പറഞ്ഞത്. കായക്കൊടിക്കാരൻ ഇബ്രാഹിം മുസ്ലിയാരെ കുറ്റ്യാടി പരിസരങ്ങളിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. ദുബായിലാണ് അദ്ദേഹം, ഞങ്ങളെ സംഘടനയുടെ ആളല്ല. അതേസമയത്ത് അദ്ദേഹം സുന്നത്ത് ജമാഅത്തുകാരനാണ്. സുന്നത്ത് ജമാഅത്തുള്ള ആലിമീങ്ങളെ ബഹുമാനിക്കുന്ന ആളാണ്. ആ ഇബ്രാഹിം മുസ്ലിയാരെ പറ്റി നിങ്ങൾ പറഞ്ഞത് കളവാണ് മുസ്ലിയാരെ. ഇനി ഇബ്രാഹിം മുസ്ലിയാര് വരട്ടെ ദുബൈന്ന്. ആധികാരികമായി ചെമ്മാട് എന്ന സമ്മാനത്തിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ഉസ്താദിന്റെ പേരിൽ ഈ സംഭവം പറഞ്ഞു. അതായത് AP കമ്മീഷൻ വ്യവസ്ഥയിൽ ഒഴിവാക്കുന്നുണ്ട്. അതിൽപ്പെട്ട കായക്കൊടി മുസ്ലിയാർ ദുബൈയിലുണ്ട്. അദ്ദേഹത്തെ കമ്മീഷൻ വ്യവസ്ഥയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടാക്കാതെ മണിയാകുന്ന രൂപത്തിൽ ഞാൻ പോകുന്നത് മോശമായി തിരിച്ച് നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ട്. അത് സർക്കാരിന്റെ ആളുകൾ അറിയുന്നുണ്ട്. അപ്പൊ അതിന് അത് ചെയ്താൽ മതിയാണെന്ന് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് ഞാൻ കമ്മീഷന് വേണ്ടിയിട്ട് ഇത്രയും കാലം സെവൻറ്റി പഴയ പള്ളികൾക്കും നാട്ടിലും മറ്റു നാടുകളിൽ പോയി ദേവാല ജോലി ചെയ്യുന്ന കാലത്ത് ബാംഗ്ലൂരിലും മൈസൂരിലും മാനന്തവാടി പല സ്ഥലങ്ങളിൽ ഞങ്ങൾ കമ്മിറ്റികൾ പോയിരിക്കും. തിരാനിൽ പോയിട്ട് വികസിച്ചിട്ടുണ്ട്, ബോംബെ പോയിട്ട് വികസിച്ചിട്ടുണ്ട്. അന്നൊന്നും നേവാൻ പൈസ അതുകൊണ്ട് എല്ലാവർക്കും അറിയാതെ കമ്മീഷൻ വാങ്ങിയിട്ടില്ല. ഇതുവരെ ഒന്നും കമ്മീഷൻ വാങ്ങിയിട്ടില്ല. പള്ളിക്കോ ദീനിന് വേണ്ടി ഒരു വിഷയത്തിനും കമ്മീഷൻ വാങ്ങിയിട്ടില്ല. അൽഹംദുലില്ലാഹ് ഇത് തീരെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല.
അത് വാങ്ങൂല. ഉസ്താദിന് കമ്മീഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വാക്ക് പോലും അങ്ങനത്തെ കമ്മീഷന്റെ വിഷയമുണ്ട്. എനിക്ക് സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞു വാങ്ങി നോക്കാം. ആരും വന്ന് ചോദിച്ചാൽ കൊടുക്കാം, കൂപ്പൺ കൊടുക്കാം. അതിന്റെ പൈസ വാങ്ങിക്കാം. അതിന്റെ പൈസ വാങ്ങിയിട്ട് തിരിച്ചത്ര ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ വാക്കേ വന്നില്ല. പറഞ്ഞിട്ട് പറയുന്നല്ലോ. സുഹൃത്തുക്കളെ, വലിയ ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട്, ആയിരക്കണക്കിന് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട്, ജനങ്ങളോട് പിരിവ് എടുത്തിട്ട് പരിപാടി നടത്തിയിട്ട് അതിന്റെ സ്റ്റേജും വന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ പോലുള്ള സയ്യിദന്മാരെ, ആലിമീങ്ങളെ, മുതഅല്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പച്ചക്കള്ളം പറഞ്ഞതാണ് ഈ കൂരിയാട്ടുകാരൻ നദ്വി. സുഹൃത്തുക്കളെ, തെറ്റിദ്ധരിപ്പിക്കലും ഇന്നലെ തുടങ്ങിയ. അപ്പോ ഈ നദ്വി ഇങ്ങനെ കള്ളത്തരം പറഞ്ഞു എന്ന് മാത്രമല്ല, അത് ആവർത്തിക്കുകയാണ്. സാക്ഷാൽ കൂരിയാട് നദ്വി കളിച്ചു വളർന്ന തിരുമുറ്റത്ത് വെച്ച് തന്റെ അടുത്തോട് ഞാൻ ചോദിക്കുന്നു, അതിന്റെ സനദെവിടെ? പറയേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. പറയൂ മുസ്ലിയാരെ സനദ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഷാർ മുബാറക് പള്ളിക്ക് പണം പിരിക്കാൻ കമ്മീഷൻ കൊടുക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ പച്ചക്കള്ളം തേന മുസ്ലിയാരുടെ തറവാടിന് യോജിച്ചതാണോ? ബഹുമാന്യരായ തേന മുസ്ലിയാരുടെ ആത്മാവ് പൊറുക്കുമോ ഈ പച്ചക്കള്ളം? തലപ്പാവ് വെച്ചുകൊണ്ട് സമുദായത്തിന്റെ പേരിൽ വിലസി ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് എന്തിനാണ് മുസ്ലിയാരെ ഈ കള്ളം ആവർത്തിക്കുന്നത്? സനദുണ്ട് എന്നല്ല നിങ്ങൾ പറഞ്ഞത്. പറയ് സനദ്. ആണുങ്ങളാണെങ്കിൽ പറയ്. സമുദായത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പച്ചക്കള്ളം പറയുകയോ? സനദ് ഞങ്ങൾക്ക് മാത്രം, നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ തൊള്ളിയിൽ വരുന്നത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞ മാതിരി നാക്ക് പേച്ച് പലതും പറയാം. അതിനൊന്നും സനദ് വേണ്ട. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? കാന്തപുരം ഉസ്താദ് നിങ്ങൾക്ക് പുറം കയറാനുള്ള ഒരു ചാഞ്ഞ മരമാണെന്ന് കരുതിയോ? നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുമ്പോൾ ആ പണ്ഡിത നേതൃത്വത്തെ കൈവെക്കാമെന്നും ആ പണ്ഡിത നേതാവിന്റെ താജുലുലമയുടെ എന്നെ ഉസ്താദിന്റെ ചിത്താരി ഉസ്താദിന്റെ സർവോപരി ഞങ്ങളുടെ പണ്ഡിത നേതാക്കളുടെ ആത്മാഭിമാനത്തിൽ തൊട്ടുകളിക്കാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിലോ നിങ്ങളെ ഇരുത്തേണ്ടത് തിരുത്തുക തന്നെ ചെയ്യോ. ഞങ്ങൾ ഇഞ്ചിഞ്ചായി കൊല ചെയ്യപ്പെട്ടാലും, കല്ലേറുകൾ വന്നാലും, കൂക്കി വിളിച്ചാലും, അപവാദങ്ങൾ പറഞ്ഞാലും ഞങ്ങളുടെ ആത്മീയ നേതാക്കളെ തൊട്ടുകളിക്കാനൊരു മാനമുണ്ടായി ഞങ്ങൾ അനുവദിക്കുകയില്ല. ഉറച്ച സ്വരത്തിലാ പറയുന്നത്. കളിക്ക് നിങ്ങള്. ഞങ്ങൾ കളി കാണാൻ തീരുമാനിച്ചിട്ടില്ല. ഇറങ്ങിക്കളിക്കുക തന്നെയാണ്, ഇറങ്ങിക്കളിക്കുക തന്നെയാണ്. തോന്നിവാസത്തിന് കയ്യും കാലും മുളക്കരുതേ. ഇങ്ങനെയുള്ള വിഡ്ഢിത്തവും അബദ്ധവും മുസ്ലിയാരെ നിങ്ങളിൽ നിന്നുണ്ടാകരുത് എന്ന ഗുണകാംക്ഷ മാത്രമേ നിങ്ങളുടെ കുടുംബം ചെയ്തിട്ടുള്ളൂ. അതിന്റെ അപ്പുറമൊന്നും ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾ നോക്ക്, ബഹുമാന്യരായ കാന്തപുരം ഉസ്താദ് ആളുകൾക്കിടയിൽ അത് വായിച്ചിട്ടില്ല. അറേകുഴമല് സനദില്ല എന്നർത്ഥവുമില്ല. ഉസ്താദ് പിന്നെ എവിടെയാണത് വായിച്ചത്? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അത് വായിച്ചു. ഒന്നാമത്തെ ഷഹർ മുബാറക്കിന്റെ സനദ് എവിടെ വെച്ച്? ബഹുമാന്യരായ ഉലമാക്കളെ ഒരുമിച്ച് കൂട്ടിയ ആളുകളല്ലാതെ ആലിമീങ്ങളാ, അവാമല്ലാതെ പണ്ഡിതന്മാരാ. അതൊക്കെ വിഷയങ്ങൾ മനസ്സിലാക്കണം മുസ്ലിയാരെ. ഫോണിൽ ഞങ്ങൾ സനദ് തരൂല, അത് ജനങ്ങളെ മുമ്പിൽ വിളിച്ചു പറയേണ്ടതില്ല എന്ന് പറഞ്ഞ കാന്തപുരം ഉസ്താദ് സനദിന്റെ വിഷയത്തിൽ അവിടെ തന്നെ നിന്നിട്ടുണ്ട്. ആളുകളുടെ ഇടയിലല്ലാതെ പറഞ്ഞത് ആലിമീങ്ങളെ ഇടയില. അത് രണ്ടും ആ നിലക്ക് മനസ്സിലാക്കണം. നിങ്ങൾ നോക്ക്, അങ്ങനെ കോട്ടക്കൽ വെച്ച ഉലമാ കോൺഫറൻസിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ആ സനദ് കൃത്യമായി മുഫസ്സലായി തന്നെ വായിച്ചു കേൾപ്പിക്കുകയാണ്. അതുകൊണ്ട് മാത്രം ഇപ്പോൾ ഇവിടെ വളരെ ശക്തമായിട്ട് തർക്കം നടക്കുന്ന, ചർച്ച നടക്കുന്ന ഷഹർ മുബാറക്കിന്റെ സനദ്, ഇത് ഉറുദുവിലാണ് ആദ്യത്തത്. ഞാൻ വായിക്കാം. സനദ് മോയ മുബാറക്, ഫാരിസിയിലാണ് മോയ എന്ന് പറയാം. हमारे यहाँ दोराजी शरीफ में हुजूर सरकार मदीना सल्लल्लाहु अलैहि वसल्लम के मोए मुबारक कदीम बुजुर्गों से मौसूल होते हुए जनाब इकबाल वली मोहम्मद जालिया वाला उर्फ दोराजी वाला के पास निहायत अदब व इहतराम से महफूज आई. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രദ്ധാക്കപ്പെട്ട മുടി അത് മുൻഗാമികളായ ബുസുർഗുകളുടെ നേതാക്കളുടെ വഴിക്ക്
ഇവിടെ ഇഖ്ബാൽ വലിയ ഇഖ്ബാൽ എന്റെ അടുക്കൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. उन्होंने इसे मोए मुबारक की एक ही शाख मुबारक आपके शोहरत की एक ही मरकजी इदारा मरकज सकाफत सुन्नी इस्लामिया कारंदूर जिला कारिकट केरला के जनाब हजरत अल्लामा शेख अबू बकर अहमद साहिब को मोहम्मद आरिफ बरकाती के जरिए से दस्तार നമ്മളെ ചെറുശ്ശേരി മൂലരൊക്കെ എങ്ങനെ ഉറുദു വായിച്ചാ എങ്ങനെ ഉണ്ടോ ഒന്ന് തസവറാക്കി നോക്കാൻ. അതിന് ശാഖ ആരിഫ് ബർക്കാത്തിയുടെ കയ്യിലിതാ മർക്കസ് തഖാഫത്തി സുന്നിയ എന്ന് സ്ഥാപനത്തിലേക്ക് കൊടുക്കുന്നു. എന്തിനു വേണ്ടി? उसको अता की है ताकि वहां के तमाम सुन्नी अहबाब उस मोए मुबारक की जियारत से फैज हासिल करे. അവിടെയുള്ള മുഴുവൻ സുന്നികളും ഈ ശറഫാക്കപ്പെട്ട ഈ ഷഅർ മുബാറക് കൊണ്ട് ബർക്കത്ത് കിട്ടാനായി ഇതാ കൊടുത്തയക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സീലാണ് ഇത്. അദ്ദേഹത്തിന്റെ സാക്ഷികളായി ഗവാഹ് നമ്പർ 1 മുഹമ്മദ് ആസിഫ്, രണ്ടാമത്തത് മുഹമ്മദ് സഹിൽ ഖാദിരി, മൂന്നാമത്തത് മുഹമ്മദ് ആരിഫ് ബർക്കാത്തി, 3 സാക്ഷികളുടെയും 4 സീലും വെച്ചുകൊണ്ട് എനിക്ക് കൊടുത്തയച്ച സനദാണിത്. ഇനി ആ സനദിന്റെ തഫ്സീല് വേണമെങ്കിൽ ഇതാ മൗലാന ഇഖ്ബാൽ വലി ജാലിയവാല, പിന്നെ ഗുലാം അബ്ദുൽ ഖാദിർ അൽ ജീലാനി, അസയ്യിദ് അബ്ദുല്ലാ അൽ ഖാദിരി, അസയ്യിദ് നിദാമുദ്ദീൻ അൽ ഖാദിരി, അസയ്യിദ് ഇമാമുദ്ദീൻ അൽ ഖാദിരി, അസയ്യിദ് സൈഫുദ്ദീൻ അൽ ഖാദിരി, അസയ്യിദ് ഇമാമുദ്ദീൻ അൽ ഖാദിരി, السيد نظام الدين القادري، السيد عبد الرزاق القادري، السيد محمد إمام الدين القادري، السيد مرتضى سيف الله القادري، السيد عيدروس عطاء الله القادري، السيد محمود القادري، السيد عبد الرزاق القادري، السيد علي القادري، السيد أحمد القادري، السيد محمود القادري، شريف السادات مجمع البركات، السيد الشيخ أحمد القادري البغدادي، السيد يوسف بن السيد أحمد القادري، شهاب الدين القادري، علي علم الدين القادري، كميل الدين حيدر أبو الحسن القادري، محمد عماد الدين القادري، أمين الله أبو العطاء السيد القادري، عفيف الحسن القادري، حيدر سليمان السيد كريم الدين القادري، أبو عبد الله سيف الدين السيد عبد الوهاب القادري، الشيخ قطب الأقطاب الشيخ محي الدين عبد القادر الجيلاني انتصر الله ذره العزيز، എന്നിട്ട് അബൂ സഈദ് മുബാറക്, അബുൽ ഹസൻ അലി ഇബ്നു യൂസഫ്, അബുൽ ഫർഹ് ഇബ്നു അബ്ദുർ റഹ്മാൻ, അബുൽ ഫദ്ൽ അബ്ദുൽ വാഹിദ്, അബ്ദുൽ അസീദ് അൽ യമനി, അബൂബക്കർ الشبلي, അബുൽ ഖാസിം ജനീദ് അൽ ബഗ്ദാദി, സിർ السقطي, معروف الكرخي, أمير المؤمنين موسى الإمام علي موسى، أمير المؤمنين الإمام موسى الكاظم، الإمام جعفر الصادق، الإمام باقر، الإمام زين العابدين، الإمام حسين بن علي الشهيد بكربلاء، سيدنا علي بن أبي طالب رضي الله عنه. ഇത് റസൂലുള്ളാഹി വരെ ഈ പറഞ്ഞ ബുദുർഗോൻസെ ഇവിടെ സൂക്ഷിച്ചു വന്നു എന്നതിന്റെ സനദാണ് ഇത്. സനദ് ഉസ്താദ് വായിച്ചു. എവിടെ? അവാമുന്നാസിന്റെ ഇടയിലല്ല. സനദ് വായിക്കേണ്ടത് സാധാരണക്കാരുടെ ഇടയിലല്ല, അത് പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർക്കിടയിൽ ഉസ്താദ് അത് കൈകാര്യം ചെയ്യാൻ വിട്ടുകൊടുത്തു. എന്നാൽ നോക്കുങ്ങൾ, ആ സനദിനെ കുറിച്ച് കൃത്രിമ സനദെന്ന് കൂരിയാട് ആരോപിക്കുന്നു. ആ ആരോപണത്തെ ഞങ്ങൾ ഗണ്ണിച്ചു, ഞങ്ങളുടെ ഉസ്താദുമാര് പ്രതിരോധിച്ചു. ആ ഗണ്ണനത്തെ ഗണ്ണിക്കാൻ പിന്നെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നതില് നിങ്ങൾ പറയേണ്ടതല്ലേ ഇതൊക്കെ. ഇനിയോ നിങ്ങളിപ്പോ മനസ്സിലാക്കിയത് ഒരു കളവ് 1000 പ്രാവശ്യം പറഞ്ഞാൽ സത്യമാകുമെന്ന ഗീബൽസിയൻ ത്വരീഖത്തിലാണ് നിങ്ങളുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്താ വിഷയം എന്നറിയുന്നത്? ഇപ്പോ ചന്ദ്രികാ ദിനപത്രത്തിന്റെ ഓഫീസിന്റെ ചുറ്റും നമ്മൾ ചേളാരിക്കാരെ കാണുന്നുണ്ട്, ചന്ദ്രിക പത്രത്തിൽ കാണുന്നില്ല. ആരെയാ ലേഖനം കാണുന്നത്? മാതൃമാധ്യമത്തിൽ ചെറുശ്ശേരിയുടെ ലേഖനം. സുബ്ഹാനല്ലാഹ്. ഇന്നയോ ദേശാഭിമാനിയിൽ ലേഖനം. ആരെ ലേഖനം? സാക്ഷാൽ ചെറുശ്ശേരിയുടെ ലേഖനം. മുസ്ലിയാരെ, പണ്ടത്തെ KT മാനൂലിയാര് കൊടുത്ത ഫത്വ അറിയില്ലേ? എന്തായിരുന്നു അത്? മാർക്സിസ്റ്റുകാര് നിരീശ്വരവാദികളാ,
അവർക്ക് തൊലാക്ക് നിക്കാവ് പാടില്ല, മയ്യത്തുസ്കാരം പാടില്ല എന്ന് ഫത്വ ഇറക്കിയ സേളാരിക്കാരാ എന്നേ നിങ്ങൾ ആഫീസിൽ വഹി ഇറങ്ങിയത്. ഞങ്ങൾ ലീഗേറ്റ് സൗന്ദര്യപ്പണക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴോ ഇസ്ലാമിന്റെ മതവിധി അനുസരിച്ച് പറയാൻ പറ്റിയതേ പറഞ്ഞിട്ടുള്ളൂ, പിൻവലിക്കാൻ പറ്റിയതേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാത്തത് പറഞ്ഞിട്ടില്ല. കുഫറും തൗഹീദും അങ്ങനെ പിൻവലിക്കാൻ പറ്റിയതല്ല എന്നേ നിങ്ങൾ പിണറായി വിജയനെ പൊന്നാനിയിൽ കൊണ്ടുപോയത്, എന്നേ നിങ്ങൾ അച്യുതാനന്ദനെ പൊന്നാനിയിൽ കൊണ്ടുപോയത് പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് അല്ലേ? ഞങ്ങളെ വേദിയിൽ മാർഗിസ്റ്റാരെ കണ്ടപ്പോ, ഞങ്ങളെ റിപ്പോർട്ട് ദേശാഭിമാനിയിൽ കണ്ടപ്പോ മൊത്തമായും ചില്ലറയായും ഞങ്ങൾ അരിവാശുണ്ണികളാക്കി പറഞ്ഞ കൂട്ടര് പണ്ട് വിസർജിച്ചത് മുഴുവനും നിങ്ങൾ നിലം തൊടാതെ നക്കിത്തുടക്കുന്നത് കേരളീയ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നിങ്ങളെ കേരളം വൃത്തിയാക്കാൻ നിൽക്കുക. ഷെയർ മുബാരക്കിന്റെ വർക്കത്താ. നിങ്ങൾ പണ്ട് കുറെ തോന്നിയാസം പറഞ്ഞിട്ടുണ്ട്. അരീക്കാട് പള്ളിക്ക് AP ഉസ്താദ് പണം കൊണ്ടുവന്ന അന്ന് മുതൽ തുടങ്ങിയതാ നിങ്ങളെ ഈ ചെന്നി ഒരു പള്ളി വന്ന് തുടങ്ങിയതാ. ഇൻഷാ അല്ലാഹ് തിരുകേശപ്പള്ളിയുടെ ഉദ്ഘാടനത്തോടുകൂടെ അരീക്കാട് പള്ളിയിൽ നിന്ന് ആരംഭിച്ച അസൂയ കമ്പനിയുടെ കാളവണ്ടി യാത്ര തിരുകേശപ്പള്ളിയുടെ ഉദ്ഘാടനത്തോടുകൂടെ അവസാനിക്കാൻ പോവുകയാണ്. അതിന്റെ ലക്ഷണമായി കാണുന്നതൊക്കെ മൂല്യരെ ഞങ്ങൾ പണ്ടേ പറയലില്ലേ, എന്ത് AP ഉസ്താദ് കയറിയ ബസ് സ്റ്റോപ്പിൽ നിന്നൊക്കെ ഞങ്ങൾ വിട്ടിട്ടുണ്ട്. നിങ്ങൾ അവിടേക്ക് എത്തണമെങ്കിൽ കാലഞ്ഞു കൊടുക്കും. ഞങ്ങൾ പണ്ടേ ദേശാഭിമാനി ഉപയോഗപ്പെടുത്താൻ പറ്റിയൊക്കെ ഉപയോഗപ്പെടുത്തി, ചന്ദ്രിക ഉപയോഗപ്പെടുത്താൻ പറ്റിയടത്തൊക്കെ ഉപയോഗപ്പെടുത്തി, മാതൃഭൂമി ഉപയോഗപ്പെടുത്തേണ്ടടുത്ത് ഉപയോഗപ്പെടുത്തി, മനോരമ ഉപയോഗപ്പെടുത്തേണ്ടടുത്ത് ഉപയോഗപ്പെടുത്തി അല്ലേ? എന്നിട്ട് എന്ത് ഫലം ഉണ്ടായത്? ഇന്നത്തെ ദേശാഭിമാനിയില് OM തരുവണന്റെ ഒരു 1.5 ലേഖനം ചെറുശ്ശേരിന്റെ അമ്മിക്കുട്ടി വള്ളത്തിൽ പോയ മാതിരി അല്ലേ? ഇത് ചെങ്ങായിമാരെ എന്തിനാ പടി കൊടുത്ത് അടി വാങ്ങാൻ നിൽക്കണേ? എന്നിട്ട് ദേശാഭിമാനിക്കാരൻ അതിന്റെ അവസാനം ഒരു തെഹക്കീക്ക് പറയാ. എന്താ പറയുന്നത്? നിങ്ങള് ജൂൺ 13 ചെറുശ്ശേരി സനദി മുസ്ലിയാരുടെ ലേഖനം ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ ഉന്നയിച്ച കാര്യങ്ങൾക്ക് OM തരുവണ ഇവിടെ മറുപടി പറയുന്നു. പറഞ്ഞു കഴിഞ്ഞു, മനസ്സിലായോ? എന്നിട്ട് ദേശാഭിമാനിക്കാർക്ക് മനസ്സിലായി തിരുകേശത്തെ കുറിച്ചുള്ള അഭിപ്രായം പ്രതികരിച്ച് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുക. ഓൽക്കും മനസ്സിലായി ഇഞ്ഞതിൽ വലിയ കായമ്പൊന്നുമില്ല അല്ലേ? ഇതേ എന്തിനായി പണിക്ക് പോണത്? ലോകങ്ങൾ എന്ത് മനസ്സിലാക്കിയേ? ദേശാഭിമാനിയിൽ നിങ്ങളൊരു ലേഖനം എഴുതിയാൽ ഞങ്ങൾ പണ്ടേ അവിടെ ഒരു കണക്ഷൻ ഉണ്ട് നിങ്ങൾ പറയുന്നതല്ലേ അല്ലേ? ഞങ്ങൾ 3 തൊലാക്കും ചൊല്ലിയിട്ടില്ല. വലിയ കൊടുക്കണ്ടെങ്കിൽ ഒന്നുമേലൊക്കൊന്ന് തൊല്ലി പിന്നെ ഇദ്ദ തീരിനെ മടക്കിയെടുക്കും ചോദിച്ചു. അപ്പോ നിങ്ങൾ അത് കണ്ട് തുള്ളാൻ നിൽക്കണ്ട. കണ്ടങ്ങള് ദേശാഭിമാനിയുടെ ഓഫീസിൽ ഇനി ഈ ലേഖനമായിട്ട് ചെല്ലണ്ട. OM തരുവണ എഴുതിയ മറുപടിയോടുകൂടെ അത് തീരുമാനമായി അല്ലേ? ഇപ്പൊ ഫലം എന്ത് കിട്ടി? കമ്മ്യൂണിസ്റ്റുകാരൊപ്പം കൂടിയ ജാതിന്ന് പുറത്തു പോകില്ല എന്നുള്ളത് മനസ്സിലായി. അതിപ്പോ കിട്ടി അല്ലേ? എന്തേ ചന്ദ്രിക പത്രത്തിൽ സമുദായത്തിലെ മാന്യന്മാരായ നേതാക്കൾ മനസ്സിലാക്കി ഈ വിഴുപ്പലക്കൽക്ക് സമൂഹത്തിൽ സ്ഥാനല്ല, ഈ വിഴുപ്പലക്കലുകൾക്ക് സമൂഹത്തിൽ സ്ഥാനല്ല എന്ന് സാമുദായിക നേതാക്കൾ മനസ്സിലാക്കി. പക്ഷേ നിങ്ങൾ കുറെ കാലായി ചന്ദ്രികക്കാരെ പേടിപ്പിച്ചതാ. ചെറുശ്ശേരി പോലെയൊരു ദേശാഭിമാനിയിൽ ഒരു ലേഖനം എഴുതുന്നതോടുകൂടെ ചന്ദ്രികന്റെ ഓഫീസ് പൂട്ടുന്ന ഈ മൂല്യന്മാര് മനസ്സിലാക്കിയത് ചെങ്ങായിമാരെ, ചന്ദ്രിക എന്ന് പറഞ്ഞ MT വാസുദേവൻ നായര് കഥ എഴുതി പഠിച്ച പത്ര അത്ര പാരമ്പര്യമുണ്ട്. ചെറുശ്ശേരി മൂല്യര് ഹയാത്ത് കാലം മുഴുവൻ മുടുകെട്ടാല് ചന്ദ്രികക്കൊന്നും പറ്റുന്നു ഞങ്ങൾക്ക് തോന്നുന്നില്ല. മനസ്സിലായി നിങ്ങൾക്ക്? അത് ചന്ദ്രികക്കാർക്ക് നന്നായി അറിയാം. എത്ര കാലായി നിങ്ങൾ പേപ്പർ ഇറക്കാൻ നിൽക്കണത്? പണ്ട് സീമോയിൻകുട്ടി AP ഉസ്താദിനോട് സലാം പറഞ്ഞ അന്ന് ഒരു യോഗം കൂടിയിട്ട് പറഞ്ഞു ഞങ്ങളൊരു പേപ്പർ ഇറക്കാണ്. ചന്ദ്രികക്കാരൊന്നും ഉണ്ടില്ല, ഞങ്ങളൊരു പേപ്പർ ഇറക്കാണ്. ആ പേപ്പർ കണ്ട് ഇറങ്ങി വിചാരിച്ച് ചന്ദ്രികക്ക് എന്ത് സംഭവിക്കാനാ? ഈ രാജ്യം ഭരിക്കണ ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ പത്രമാണ്. ചന്ദ്രികക്ക് എന്ത് സംഭവിക്കാനാ? അവസാനം എന്തായി? ഇതേതോ മച്ചിനെ പറയാനേൽപ്പിച്ചെന്ന് വരെ കുട്ടിനെ കണ്ടോലില്ല. എവിടെങ്ങന്മാരെ നിങ്ങളെ പത്രം അന്തസ്സായി രാജ്യത്ത് പത്രം നടത്തേണ്ടത് എങ്ങനെയെന്ന് കാന്തപുരം ഉസ്താദ് പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായി നിങ്ങൾക്ക്? ഏടോ ആണുങ്ങളാകണം. നിങ്ങൾ എന്ത് മനസ്സിലാക്കിയേ? ഇതൊക്കെ ഇങ്ങനെ പുട്ടുവിടുന്ന മാതിരി എളുപ്പാണ്. നോണിയും ഫസാദും പറയുന്ന എളുപ്പം വിഷയം ചെയ്യാണ്ടാവൂല. മനസ്സിലായി നിങ്ങൾക്ക്? ഇനിയോ? അപ്പോ
ഇവരെന്ത് ചെയ്തു? ലേഖനം എഴുതി. പക്ഷേ രസം എന്താ അറിയോ? ബഹാവുദ്ദീൻ കൂരിയാട് എഴുതിയ കത്തില് ഇയാള് വല്ലാതെ പറയാ, കഷ്ടം, കൂരിയാട്ടെ നിരീശ്വരവാദികൾക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തുകയും മാളിക മുകളിലെ അവരുടെ ഓഫീസ് കുത്തിത്തുറന്ന് പതാക കീറിയെടുത്ത് കത്തിച്ചു കളയുകയും ചെയ്ത ഒരു മഹാമനുഷ്യന്റെ ബന്ധം പറഞ്ഞ് അഭിമാനം കൊള്ളുന്നവർ നിങ്ങളിലുണ്ടല്ലോ എന്ന് കണ്ട് നാണക്കേട് മൂലം തലകുനിഞ്ഞു പോകുന്നു. അല്ലേ? നാണക്കേട് മൂലം നിങ്ങൾക്ക് തലകുനിയുന്നുണ്ട്. എന്തേ? ഞങ്ങളെ റിപ്പോർട്ട് ദേശാഭിമാനിയിൽ വന്നതാ. എന്നാലേ ഇനി ചെറുശ്ശേരിനെ കാണുമ്പോ എന്താ കാട്ടുങ്ങള്? എവിടെയാ കുനിയ? പണ്ട് ഉസ്താദിനെ കണ്ടപ്പോ ഒരു പെൺകുട്ടി മുഖം പൊത്തിയുണ്ട്, പാവാട പൊന്തിച്ചിട്ടാ കണ്ണും മൂറും പൊത്തി. അതേ പൊത്തല് ചെറുശ്ശേരിന്റെ മുന്നിന്ന് പൊത്തേണ്ടി വരും അല്ലേ? കാരണം മൂല്യരിപ്പ കിടക്കുന്നത് ദേശാഭിമാനിന്റെ ഓഫീസിലാ. അജ്യജിയെ നാണക്കേട്. എന്താ കാട്ടുക? എന്താ അതിന് നമ്മൾ മറുപടി പറയാ? ഇഞ്ച മൂല്യന്മാരെ, ബഹാവുദ്ദീൻ കൂരിയാട് മൗലവി, നിങ്ങളെ കുടുംബക്കാരെ മനസ്സെത്ര നല്ല മനസ്സാ, എത്ര നല്ല മനസ്സാ. മാനം കെടാതൊക്കെ നിങ്ങളോടൊരു ഗുണം ചെയ്തിട്ടേ നിങ്ങൾ എന്തേ ചെയ്ത്? കൊരങ്ങിന് ഭക്ഷണം കൊടുത്ത മാതിരിയായി ബായക്ക് തിന്നുകാണ്ട് തോലെറിയണ പരിപാടി. അതല്ലേ മൗലരെ നിങ്ങൾ ചെയ്തത്? അല്ലേ? ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടുണ്ടോ? എന്നിട്ട് ഈ കത്തിൽ ഇയാൾ പറയാം 1900 വേറൊരാരോപണമുണ്ട്. എന്ത്? ഈ കത്തില് ഇബ്രാഹിം ബാക്കവി, അള്ളാഹു അദ്ദേഹത്തിന്റെ ജോലിയിൽ ബർക്കത്ത് നൽകുമാറാവട്ടെ, ആഫിയത്ത് നൽകുമാറാവട്ടെ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാക്കവി ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പൊ ഇയാൾ ഇങ്ങനെ മനസ്സിലാക്കി, എങ്ങനെയാപ്പോ ഇബ്രാഹിം ബാക്കവി അബുദാബിയിലല്ലേ, എങ്ങനെയാപ്പോ ഇവിടെ കടലാസിൽ ഒപ്പിടാൻ? ഇയാൾ ഭയങ്കര അറ്റസ്റ്റ് ചെയ്യിക്കണ മൂലരുമാണ്. എന്നിട്ട് ഇയാൾ പറയുന്നത്, അതിന്റെ ഇടയ്ക്ക് ഇയാൾ പറയാ, ഞാൻ വഹാബിയാകുന്നു എന്നോ ആകും എന്നോ ഉള്ള പ്രവചനം പുതിയതല്ല. 1980 ഞാൻ ലക്നൌവിലേക്ക് പോയപ്പോ ആ നമീമത്തുമായി രക്ഷകർത്താക്കളെ സമീപിച്ചവരെ ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട്. അല്ലേ? രക്ഷകർത്താക്കൾ കബറിൽ കിടന്ന് നന്നായി കാണുന്നുണ്ടാവും. അള്ളാഹു അവരുടെയൊക്കെ ആഖിറം സന്തോഷമാക്കി കൊടുക്കട്ടെ, ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ.